അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. ആർട്ടിക്കിൾ 19(1) ഇതിനെപ്പറ്റി പറയുന്നത്. ഓൾ സിറ്റിസൺസ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതാണ് 19(1)(a). എല്ലാ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ വളരെയധികം ചർച്ചകൾ ഈ ആർട്ടിക്കിളിന്റെ പേരിൽ നടന്നിരുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 19(1) നിലവിൽ വന്നപ്പോൾ തന്നെ 19(2) റെസ്ട്രിക്ഷൻസും നിലവിൽ വന്നു. ഈ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെയാണ്: Nothing in subclause A of clause 1 shall affect the operation of any existing law insofar as it relates to or prevents the state from making any law relating to libel, slander, defamation, contempt of court, or any matter which offends against decency or morality or which undermines the security of or tends to overthrow the state. ഇതിലെ ലൈബല്, സ്ലാൻഡർ, ഡിഫമേഷൻ തുടങ്ങിയ വാക്കുകളുടെ എല്ലാം അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. അപവാദം പറയുക, മോശം പറയുക, അപകീർത്തിപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ ലൈബൽ എന്നാൽ എഴുത്തിലൂടെയുള്ള അപവാദം എന്നാണ് അർത്ഥം. സ്ലാൻഡർ എന്നാൽ സംഭാഷണത്തിലൂടെയുള്ള അപവാദം, തെറി പറയുക, മോശം പറയുക, അങ്ങനെയൊക്കെ പറയാം. അന്ന് ഇങ്ങനെ തരംതിരിക്കുന്നതിൽ കാര്യമുണ്ട്. കാരണം എഴുത്തെന്നാൽ അത് പെർമനന്റ് ആയിട്ടുള്ള കാര്യമാണ്. പറയുന്നത് റെക്കോർഡ് ചെയ്ത് പെർമനന്റ് ആക്കുന്ന, അപ്പൊ എഴുത്തിലാണെങ്കിലും പറയുന്നതിലാണെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാത്ത ഈ കാലത്ത് ലൈബലും സ്ലാൻഡറും എല്ലാം ഡിഫമേഷൻ തന്നെ. നമുക്കതുകൊണ്ട് അതിനെ എല്ലാത്തിനും ഒരുമിച്ച് ഡിഫമേഷൻ കേസസ് എന്ന് പറയാം. അപ്പോൾ ഡിഫമേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലോ നിർമ്മിക്കുന്നതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു തടസ്സമാകാൻ പാടില്ല എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ഡിഫമേഷന് ശേഷം വരുന്ന മറ്റൊരു പ്രധാന റെസ്ട്രിക്ഷനാണ് കോടതി അലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഈ കോടതി അലക്ഷ്യത്തെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ഡിഫമേഷനും കോടതി അലക്ഷ്യത്തിനും ഒപ്പം ഓർ എനി മാറ്റർ വിച്ച് ഒഫൻസ് എഗൻസ്റ്റ് ഡീസൻസി ഓർ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീസൻസി, മൊറാലിറ്റി, അതായത് ധാർമ്മികത എന്നതൊക്കെ ബ്രോഡായിട്ടുള്ള പദങ്ങളാണ്. എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. അത് ഓരോരുത്തർക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ എനി മാറ്റർ എന്നുകൂടി പറയുമ്പോൾ അത് അല്പം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഡീസൻസിക്കും മൊറാലിറ്റിക്കും എതിരായ ഒന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൗരനില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുക? അപ്പോൾ അതിന്റെ ഒബ്ജക്ടിവിറ്റി അവിടെ കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വലിയ രീതിയിൽ അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ അഭിപ്രായം മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഇൻഡീസെന്റ് ആവാം, ഇമ്മോറൽ ആവാം. അതുപോലെ കോടതിയിൽ വിധിക്കാനിരിക്കുന്നവരുടെ ബയാസുകളും വ്യാഖ്യാനങ്ങളും അവരുടെ ധാർമ്മിക ബോധത്തിനും ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തുടക്കത്തിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതോ ഭരണകൂടത്തെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നതുമായ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാണ്. ശ്രദ്ധിക്കുക, ഇതിൽ സെഡിഷൻ എന്ന വാക്ക് വന്നിട്ടില്ല, അതായത് രാജ്യദ്രോഹ കുറ്റം. സെഡിഷൻ കേസുകൾ നമുക്ക് പിന്നീട് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തന്നെ ആർട്ടിക്കിൾ 19(1) പറഞ്ഞിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം 19(2) വാക്കുകളിലൂടെ വലിയ രീതിയിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ആയി എന്ന് നമുക്ക് കാണാം. ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ വരുന്നത് നമ്മുടെ ഭരണഘടനയുടെ പിതാവ് അംബേദ്കറിൽ നിന്നുമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നെഹ്റുവാണ് ഈ നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയതെന്ന് പല രീതിയിലുള്ള പരാമർശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതൊരു അർത്ഥസത്യമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ അംബേദ്കർ അഭിപ്രായ സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങൾ ഉള്ളതായിരിക്കണം എന്ന് വാദിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഫ്രീ സ്പീച്ച് എന്നാൽ അബ്സല്യൂട്ടാണ്, അതിന് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇന്ത്യയിലും അങ്ങനെ ആവണം എന്ന എതിർവാദങ്ങളും ഉണ്ടായി. അപ്പോ അംബേദ്കർ പറഞ്ഞത് അമേരിക്കയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾ ഇല്ലാത്തതല്ല, അവിടെ നിയന്ത്രണങ്ങളുണ്ട്. അതിന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ റെഫർ ചെയ്ത ഒരു ഉദാഹരണമാണ് 1925 അമേരിക്കയിൽ നടന്ന ഗിറ്റ്ലോ വേഴ്സസ് ന്യൂയോർക്ക് കേസ്. ആ കേസ് ഇങ്ങനെയാണ്: ഗിറ്റ്ലോ എന്ന സോഷ്യലിസ്റ്റ് നേതാവ് ഒരു ലെഫ്റ്റ് വിങ് മാനിഫെസ്റ്റോ എഴുതുകയും അതിൽ സ്റ്റേറ്റിനെ ഓവർത്രോ ചെയ്യാനുള്ള ആഹ്വാനമുണ്ട് എന്ന് ആരോപിച്ച് അയാളെ അവിടുത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ വാദം കേട്ടപ്പോൾ കോടതി സ്റ്റേറ്റിനെ ഓവർത്രോ ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗിറ്റ്ലോയെ അവർ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കോടതിക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായി ഭരണഘടനയിൽ തന്നെ വ്യക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്നായിരുന്നു അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ അമേരിക്കയിലെ ഫ്രീ സ്പീച്ച് അബ്സല്യൂട്ട് ആണെന്ന് പറയുന്നെങ്കിലും കോടതി ഒരു കേസിനനുസരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങൾ
ചമയേണ്ടി വന്നു. അപ്പോൾ അമേരിക്കയിലെ പോലെ ഇവിടെ സംഭവിക്കരുത്, ഇവിടുത്തെ ഫ്രീ സ്പീച്ചിനുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായി നമ്മൾ എഴുതി വെക്കണം എന്നാണ് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ഡിസ്കഷനിൽ പറയുന്നത്. അങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ വരുന്നത്. അപ്പോൾ പക്ഷേ എത്ര വ്യക്തത ഉണ്ടെന്ന് പറഞ്ഞാലും ഈ നിയന്ത്രണങ്ങൾ വരും കാലത്ത് എങ്ങനെ മാറുന്നു, അതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു, അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പരിശോധിക്കാം. അപ്പൊ അംബേദ്കറിനൊപ്പം നിയന്ത്രണങ്ങൾക്ക് വേണ്ടി നമ്മുടെ പട്ടേലും നിലകൊണ്ടിട്ടുണ്ട്. നെഹ്റു ചർച്ചകളുടെ ഭാഗമായിരുന്നുവെങ്കിലും പ്രധാനമായും ഇത് വരുന്നത് അംബേദ്കറിൽ നിന്നാണ്. അന്ന് നിയന്ത്രണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഹിന്ദുത്വവാദികളുമാണ്. കാരണം അവരെന്ന് പ്രതിപക്ഷത്താണ്. നമുക്ക് ഊഹിക്കാം, ഈ നിയന്ത്രണങ്ങൾ വെച്ച് അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളെ സ്റ്റേറ്റ് തടസ്സപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെട്ടിട്ട് കാണും. എന്തായാലും അവരുടെ ന്യൂനപക്ഷം എതിർപ്പുകളെ പരാജയപ്പെടുത്തി അംബേദ്കറിന്റെ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ 1950 നടന്ന 2 കേസുകൾ ആർട്ടിക്കിൾ 19(2) അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണങ്ങൾ പരിഷ്കരിക്കാനിടയായി. അതിൽ ഒന്നാമത്തെ കേസ് രമേശ് താപ്പാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസാണ്. ക്രോസ് റോഡ് എന്ന കമ്മ്യൂണിസ്റ്റ് മാഗസിന്റെ പ്രസാധകനായിരുന്നു രമേശ് തപ്പാർ. മദ്രാസ് സ്റ്റേറ്റിലെ പബ്ലിക് ഓർഡർ ആക്ട് ഉപയോഗിച്ച് സ്റ്റേറ്റ് ആ ക്രോസ് റോഡ് എന്ന മാഗസിനെ ബാൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയലായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ രമേശ് തപ്പാറിന് അനുകൂലമായിട്ടായിരുന്നു വിധി വന്നത്. പബ്ലിക് ഓർഡർ, അതായത് ക്രമസമാധാനം എന്നത് ഭരണഘടനയുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ വരുന്നില്ല എന്നും അവിടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ എന്നും കാണിച്ചിട്ടായിരുന്നു സുപ്രീം കോടതി വിധി. രണ്ടാമത്തെ കേസ് ഹിന്ദുത്വ ഗ്രൂപ്പിന്റെ കേസാണ്. ബ്രിജ് ഭൂഷൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി കേസ്. സ്വതന്ത്ര ഭാരത് എന്ന പേരിലുള്ള ഒരു മാഗസിൻ എഴുതുന്ന ആളായിരുന്നു ബ്രിജ് ഭൂഷൺ. അപ്പോൾ അതിലെഴുതിയ ലേഖനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് എതിരെ സെഡിഷൻ ചാർജ് രേഖപ്പെടുത്തി. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു സെഡിഷൻ എന്ന പദം നിയന്ത്രണങ്ങളിലില്ല. അപ്പോൾ രമേശ് തപ്പാർ വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് കേസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ബ്രിജ് ഭൂഷന്റെ കേസിലും സുപ്രീം കോടതി ബ്രിജ് ഭൂഷണ് അനുകൂലമായിട്ടുള്ള വിധി കൊടുത്തത്. അപ്പൊ ഈ 2 കേസുകളും കാണിക്കുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കാൻ ഗവൺമെന്റ് ആർട്ടിക്കിൾ 19(2) നിയന്ത്രണങ്ങൾ ആദ്യം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം സുപ്രീം കോടതിയുടെ വിധി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. അപ്പൊ ഈ വിധികളുടെ തുടർച്ചയായിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി വരുന്നതും തുടർന്ന് ഗവൺമെന്റിന് എതിർ ശബ്ദങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന രീതിയിൽ ആർട്ടിക്കിൾ 19(2) പരിഷ്കരിക്കുന്നതും. അപ്പോൾ 1950-കളിൽ തന്നെ ആർട്ടിക്കിൾ 19(2) പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് അതിൽ യാതൊരുവിധ പരിഷ്കരണങ്ങളും നടക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. അപ്പം മാറിയ ആർട്ടിക്കിൾ 19(2) ഇങ്ങനെയാണ്: Nothing in subclause A of clause 1 shall affect the operation of any existing law or prevent the state from making any law insofar as such law imposes reasonable restrictions on the exercise of the right conferred by the said subclause in the interest of the sovereignty and integrity of India, the security of the state, friendly relationship with foreign states, public order, decency or morality, or in relation to contempt of court, defamation or incitement to an offense. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പബ്ലിക് ഓർഡർ എന്നത് നിയന്ത്രണത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ കണ്ടു രമേശ് തപ്പാർ കേസിൽ പബ്ലിക് ഓർഡർ എന്നത് നിയന്ത്രണത്തിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഭരണഘടനാ ഭേദഗതിയിൽ കൂടെ ആ നിയന്ത്രണങ്ങൾ കൂടെ അതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അംബേദ്കർ നിയന്ത്രണങ്ങൾ വ്യക്തമായി എഴുതിയില്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരൂ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് കൂടെ സംഭവിച്ചു എന്നുള്ളതാണ്. പുതിയ ഒരു കാര്യം അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. കൂടാതെ നേരത്തെ സെക്യൂരിറ്റി മാത്രമായിരുന്നു സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പുതിയതായിട്ട് വന്നപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, സോവറിനിറ്റി എന്നീ പദങ്ങളും വന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അധികം സമയമാകാത്ത കാലഘട്ടത്തിലാണ് ഈ ഭേദഗതി വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് ഇതിനെ കാണാൻ. കാരണം തങ്ങളുടേതായ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നവരെയും ഭാഷയുടെ പേരിലുള്ള വിഘടനവാദങ്ങളെയെല്ലാം ഈ ഒരു ഒറ്റ നിയന്ത്രണം വെച്ച് റദ്ദ് ചെയ്യാൻ കഴിയും. ഇന്ത്യയുടെ ഐക്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ ഒന്നായി നിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ
ആരെയെങ്കിലും അടിച്ചമർത്താൻ സ്റ്റേറ്റിന് കഴിയുമെന്നർത്ഥം. മറ്റൊന്ന് രസകരമായിട്ടുള്ള കാര്യമാണ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്. മറ്റു രാജ്യങ്ങളെ പോലും വിമർശിക്കുന്നത് പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് നിയന്ത്രണം വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ലാൻഡർ, ലൈബൽ എന്നീ വാക്കുകളൊക്കെ അപ്പോഴേ മാറി, പകരം ഡിഫമേഷൻ മാത്രം. അതുപോലെ ഇൻസൈറ്റ്മെന്റ് ടു വയലൻസ് എന്നതും കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പം ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും തരത്തിന് അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അക്രമത്തിന് പ്രേരിപ്പിക്കാനായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല, അതിനെതിരെയും സ്റ്റേറ്റിന് പ്രവർത്തിക്കാമെന്നാണ് പറയുന്നത്. എങ്കിലും ഈ ഭരണഘടനാ ഭേദഗതി പൂർണ്ണമായും ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന, പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറയ്ക്കുന്ന ഭേദഗതി എന്ന് പറയാനാവില്ല. അതിന് കാരണം ഈ ഭേദഗതിയിൽ ആഡ് ചെയ്ത റീസണബിൾ, അതായത് ന്യായമായത് എന്ന വാക്കാണ്. അത് വെറുതെ അങ്ങ് എഴുതി ചേർത്തതല്ല. ആ വാക്കിന്റെ പിന്നിലും ഒരുപാട് ചിന്തകൾ, ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ വാക്കില്ല എങ്കിൽ കോടതിയുടെ ജോലി മുന്നിൽ വരുന്ന കേസുകൾ പരിശോധിച്ച് അത് ഭരണഘടനയിൽ പറയുന്ന നിയന്ത്രണങ്ങളെ ബാധിക്കുന്നു എന്ന് നോക്കൽ മാത്രമായി പോകും. ഒരുതരം അക്കൗണ്ടിങ് ജോബ് പോലെ. കോടതിക്ക് വ്യാഖ്യാനിക്കാനോ ഡീപ്പായി അനലൈസ് ചെയ്യാനോ ഉള്ള സ്പേസ് ഒന്നും അവിടെ കിട്ടില്ല. റീസണബിൾ എന്ന വാക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കേസിലും കോടതിക്ക് വസ്തുതകൾ പരിശോധിക്കുന്നതിനോടൊപ്പം ശരിക്കും അഭിപ്രായ പ്രകടനങ്ങൾ ക്രമസമാധാനം തകർക്കുന്നതാണോ, അല്ലെങ്കിൽ അത് മൊറാലിറ്റിയെ ബാധിക്കുന്നതാണോ, രാജ്യദ്രോഹ കുറ്റമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതിനകത്ത് എത്രത്തോളം റീസണബിൾ ആയിട്ടുള്ള ഒബ്ജക്ഷൻസ് ആണ് ഉയർത്തുന്നതെന്ന് പരിശോധിക്കാം. ക്രമസമാധാനം തകരുന്നു എന്ന് സ്റ്റേറ്റ് ആരോപിച്ചാൽ പോരാ, ആ ആരോപണം റീസണബിൾ ആണോ എന്ന് പരിശോധന നടത്താനും കോടതിക്ക് ഈ ഒരൊറ്റ വാക്കിലൂടെ കഴിയുന്നു. അപ്പൊ ഇതിനൊരു ഉദാഹരണമാണ് 1960 റാം മനോഹർ ലോഹ്യ കേസ്. സ്റ്റേറ്റ് വെള്ളക്കരം കൂട്ടിയപ്പോൾ അത് അടയ്ക്കേണ്ട എന്ന് ലോഹ്യ ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശ് ഗവൺമെന്റ് അത് ക്രമസമാധാനം തകർത്തു എന്ന് പറഞ്ഞ് ലോഹ്യക്കെതിരെ കേസെടുത്തു. സുപ്രീം കോടതി ലോഹ്യക്കൊപ്പമാണ് നിന്നത്. അവിടെ കോടതി പരിശോധിച്ചത് റീസണബിൾ ആണോ എന്ന ആരോപണമാണ്. അതിൽ തന്നെ നിർണായകമായ നിരീക്ഷണമാണ് പ്രോക്സിമിറ്റിയെ സംബന്ധിച്ചത്. പ്രോക്സിമിറ്റി എന്ന വാക്ക് ഈ ഭരണഘടനയിലെ നിയന്ത്രണത്തിലില്ല, റീസണബിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രോക്സിമിറ്റി, ഈ റീസണബിൾ എന്നുള്ള വാക്കിനെ വെച്ചുകൊണ്ട് തന്നെ പ്രോക്സിമിറ്റി എന്നുള്ള വാക്കും സുപ്രീം കോടതി പരിഗണിക്കാൻ തുടങ്ങി. അതായത് നേരിട്ടുള്ളതും ഡയറക്റ്റ് ആയതുമായിട്ടുള്ള ഒരു ക്രമസമാധാന പ്രശ്നവും അഭിപ്രായ പ്രകടനം തമ്മിൽ ഒരു ഇമ്മീഡിയറ്റ് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ജാഥയുടെ മുന്നിൽ നിന്ന് ഒരാൾ പുറകിൽ നിൽക്കുന്നവരോട് ആക്രമിക്കൂ, തകർക്കൂ എന്നൊക്കെ വിളിച്ചു പറയുന്നത് ക്രമസമാധാനം തകർക്കലാണെന്ന് പറയാം. അവിടെ ഒരു പ്രോക്സിമിറ്റി ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഈ ആക്രമണം നടന്നത്, അതുകൊണ്ട് ഈ പറഞ്ഞത് കാരണമാണ് ആക്രമണം നടന്നത് എന്ന് തെളിയിക്കാം. അങ്ങനെ ഒരു പ്രോക്സിമിറ്റി ബന്ധം ഉണ്ടായാൽ മാത്രമേ ക്രമസമാധാനം തകർത്തു എന്ന് പറയാനാവുള്ളൂ എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇപ്പൊ ലോഹിയുടെ കേസിൽ ലോഹി ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാവാൻ വഴിയില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റവും ഒന്നും എടുക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ ക്രമസമാധാന പ്രശ്നം എന്നാൽ ഗുരുതര പ്രശ്നമായിരിക്കണം. അതുപോലെ ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ലോക്കൽ പ്രശ്നങ്ങളെ ഒന്നും ഈ ക്രമസമാധാന പ്രശ്നത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്ന് പോലും കോടതി നിരീക്ഷിച്ചു. ഇതൊക്കെ റീസണബിൾ എന്ന വാക്കിൽ പിടിച്ച് ജുഡീഷ്യറി നടത്തുന്ന വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിൽ ചേർത്ത ഈ വാക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം ഗുണം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഭരണഘടനാ ഭേദഗതി സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒപ്പം നിന്നു എന്നും പറയേണ്ടി വരും. 2011 നടന്ന അരൂപ് ഭുയാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അസാം കേസ്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് റെനീഫ് കേസ്, ഇതിലൊക്കെ UAPA, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ടാഡ, ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നീ കേസുകളിൽ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. നിരോധിച്ച സംഘടനയിൽ അംഗമാവുന്നതും പാസീവ് മെമ്പർഷിപ്പ് എന്നത് ഒരു പ്രശ്നമല്ല എന്നുമായിരുന്നു കോടതിയുടെ അന്നത്തെ നിരീക്ഷണം. അതിനുവേണ്ടി അമേരിക്കയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് റൈറ്റും അവിടുത്തെ കോടതി വിധികളും കോടതി അന്ന് റെഫറൻസായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ 2023 ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ഇത്തവണ പഴയ തീരുമാനം കോടതി മാറ്റുകയും ഉണ്ടായി. ഇത്തവണ US-ലെയും ഇന്ത്യയിലെയും നിയമങ്ങൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പൊ 2011 അമേരിക്കയിലെ കേസുകളൊക്കെ പരിഗണിക്കുകയും അതിൽ എങ്ങനെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും നോക്കിയിട്ട് കോടതി തീരുമാനം എടുത്തെങ്കിലും 2023 കോടതി കേസ് പരിഗണിച്ചവർ പറഞ്ഞു
അമേരിക്കയിലെ കേസ് നമുക്ക് ഇവിടെ റെഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഫ്രീഡം ഓഫ് സ്പീച്ച് നിയമങ്ങൾ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്, ഇന്ത്യയിൽ ധാരാളം നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാമ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനയിലെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നും ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്ക് ദോഷം വരുന്ന പ്രവർത്തികൾക്ക് നിയന്ത്രണമാകാമെന്നുമാണ് 2023 കോടതി നിരീക്ഷിച്ചത്. ഓർക്കുക, അംബേദ്കർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് US കേസാണ് റെഫർ ചെയ്തത്. ഈ കേസിൽ 2011 US കേസുകൾ റെഫർ ചെയ്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോടതി നിലകൊണ്ടു. എന്നാൽ 2023 ആയപ്പോൾ കോടതി തന്നെ അമേരിക്കയിലും ഇന്ത്യയിലും വ്യത്യാസമുണ്ടെന്ന നിലപാടെടുത്തു. ഒരു സംഘടനയിൽ അംഗമായി പക്ഷെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുമില്ല. ഈ ഒരു പാസീവ് മെമ്പർഷിപ്പ് എന്നതിന്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ചിനും അപ്പുറം ഫ്രീഡം ഓഫ് തോട്ടിന്, അതായത് ചിന്താ സ്വാതന്ത്ര്യത്തിന് തന്നെ എതിരായിട്ടുള്ള കാര്യമാണ്. അത് ഏറ്റവും വലിയ അടിച്ചമർത്തലാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. ഇപ്പൊ ചിന്താ സ്വാതന്ത്ര്യം വരെ അപകടത്തിൽ എന്ന് സംശയിക്കുന്ന വിധിയാണ് അരൂപ് ബയാൻ കേസിൽ 2023 ഉണ്ടായതെങ്കിൽ അതിനും 10 കൊല്ലം മുമ്പ് 2013 ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1) അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പവർ കാണിച്ചു തരുന്ന കേസായിരുന്നു. നമുക്കറിയാം, ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പുതിയ ആശയവിനിമയ സാധ്യതകൾ വന്നു. സ്വാഭാവികമായും ഗവൺമെന്റ് അവിടെ പുതിയ നിയമങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഒന്നാണ് ഇന്ത്യൻ IT ആക്ട്, 2000 ഇറങ്ങിയ ഇന്ത്യൻ IT ആക്ട്. ഇപ്പൊ കാർട്ടൂണുകളിലൂടെയൊക്കെ 2011 അഴിമതിക്കെതിരെ പോരാടിയ അസീം ത്രിവേദിയെ പോലെയുള്ള യുവാക്കൾക്ക് ഈ നിയമം കാരണം അറസ്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ബാൽ താക്കറയുടെ മരണത്തിന്റെ ദുഃഖാചരണ ഭാഗമായി സംസ്ഥാന ബന്ദ് പ്രഖ്യാപിച്ചതിനെതിരായി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധ കമന്റിട്ടു എന്ന പേരിൽ 2 പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് സ്റ്റേറ്റ് ഉപയോഗിച്ചത് IT ആക്ടിലെ സെക്ഷൻ 66A ആണ്. പെൺകുട്ടികൾ സുപ്രീം കോടതിയിൽ പോയി. ഈ നിയമത്തിന് ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒരു ചില്ലിംഗ് ഇഫക്റ്റ് ഉണ്ട് എന്ന് അവർ വാദിച്ചു. സെക്ഷൻ 66A പറയുന്ന പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അനോയൻസ്, ഇൻകൺവീനിയൻസ്, ഡേഞ്ചർ, ഒബ്സ്ട്രക്ഷൻ, ഇൻസൾട്ട്, ഇഞ്ചുറി, ക്രിമിനൽ ഇന്റിമിഡേഷൻ ഓർ ഇൽവിൽ, ഇതെല്ലാം ആർട്ടിക്കിൾ 19(2) റെസ്ട്രിക്ഷൻ പരിധിക്ക് പുറത്താണെന്ന് നിരീക്ഷിച്ച കോടതി IT ആക്ടിലെ സെക്ഷൻ 66A നിർത്തലാക്കുകയാണ് ചെയ്തത്. നോക്കൂ, ഈ വാക്കുകളൊക്കെ നോക്കൂ: അനോയൻസ്, ഇൻകൺവീനിയൻസ്, ഡേഞ്ചർ, ഒബ്സ്ട്രക്ഷൻ, ഇൻസൾട്ട്, ഇഞ്ചുറി, ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഇൽവിൽ. ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം പ്രശ്നമുള്ള വാക്കുകളൊക്കെയാണ്. പക്ഷെ കോടതി ഇവിടെ ഭരണഘടനയിലെ റെസ്ട്രിക്ഷൻസിന്റെ വാക്കുകൾക്കൊപ്പം മാത്രമാണ് നിന്നത്. അതുപോലെ അനോയൻസ്, ഇൻകൺവീനിയൻസ് എന്നതൊക്കെ എങ്ങനെയും വ്യാഖ്യാനിച്ച് നിഷ്കളങ്കമായ സത്യസന്ധമായ അഭിപ്രായങ്ങളെ വരെ ഗവൺമെന്റിനെ അടിച്ചമർത്താൻ പറ്റുന്നതാക്കി മാറ്റും. അതിലൊരു വ്യക്തതയില്ല എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് 3 പ്രധാന അടിസ്ഥാന കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞു. അത് അഡ്വക്കസി, ഡിസ്കഷൻ, ഇൻസൈറ്റ്മെന്റ്. അഡ്വക്കസി എന്ന് പറഞ്ഞാൽ വാദിക്കൽ, ഡിസ്കഷൻ ചർച്ച, ഇൻസൈറ്റ്മെന്റ് പ്രേരണ. അപ്പൊ ഈ കേസിനെ അടിസ്ഥാനപ്പെടുത്തി കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. കുറച്ചു പേർക്ക് അപ്രിയമാണെങ്കിലും ആദ്യത്തെ 2 ഘടകങ്ങൾ, അതായത് ഒരു ആശയത്തിന് അഭിപ്രായത്തിന് വേണ്ടി വാദിക്കുന്നതോ ചർച്ച ചെയ്യുന്നതോ ഒരിക്കലും തെറ്റല്ല. 3ാമത്തെ ഘടകം പ്രേരണ അഥവാ ഇൻസൈറ്റ്മെന്റ് ആണ് റെസ്ട്രിക്ഷൻ പരിധിയിലാണോ എന്നത് തീരുമാനിക്കുന്ന ഘടകം. സെക്ഷൻ 66A ഈ ഒരു വേർതിരിവ് വ്യക്തമാക്കുന്നില്ല. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആശയത്തിന് വേണ്ടി വാദിച്ചാലോ ചർച്ച ചെയ്താലോ പോലും സെക്ഷൻ 66A ഉപയോഗിച്ച് നിങ്ങളെ ജയിലിൽ അടയ്ക്കാൻ കഴിയും. അത് ഒരിക്കലും അനുവദിക്കാനാവില്ല. ഒരു കുറ്റം തെളിയണമെങ്കിൽ അതിലേക്ക് ഒരു ഇൻസൈറ്റ്മെന്റ്, ഒരു പ്രേരണ കുറ്റം നിലവിൽ വരണമെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് സെക്ഷൻ 66A ഒഴിവാക്കാൻ തന്നെ സുപ്രീം കോടതി തീരുമാനിച്ചു. ഇതോടൊപ്പം കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118D കൂടി സമാനമായ കാരണങ്ങൾ നിരത്തി കോടതി ഒഴിവാക്കിയുണ്ടായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അരൂപ് ബയാൻ, റനീഫിന്റെ ഒക്കെ UAPA കേസുകളിൽ 2023 എടുത്ത കേസുകളിൽ കോടതി ഇങ്ങനെയുള്ള വാദങ്ങളൊന്നും, ഈ റീസണബിളും പ്രോക്സിമിറ്റിയും ഇതേപോലെയുള്ള ഭരണഘടനയിലെ നിയന്ത്രണങ്ങൾ പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല എന്നുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു വൈരുദ്ധ്യം കാണുന്നുമുണ്ട്. സെഡിഷൻ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണങ്ങളിൽ ഇല്ല എന്ന് നമ്മൾ കണ്ടു. സെഡിഷൻ ഡീൽ ചെയ്യുന്നത് IPC സെക്ഷൻ 124A ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ സെഡിഷൻ ലോയുടെ ഭരണഘടനാ വാലിഡിറ്റി ചോദ്യം ചെയ്ത് പല കേസുകളും എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് 1962 സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് കേദാർനാഥ് സിംഗ് കേസ്. കോൺഗ്രസ് പാർട്ടിയെ ക്യാപിറ്റലിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഫോർവേഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു കേദാർനാഥ് സിംഗ്.
അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളുടെ പേരിൽ സെഡിഷൻ നിയമം ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(2) പറയുന്ന നിയന്ത്രണങ്ങൾക്കുള്ളിൽ വരുന്നതാണോ ഈ സെഡിഷൻ ലോ എന്ന് പരിശോധിച്ചു. അപ്പോൾ സെഡിഷൻ ലോയിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക. എക്സൈറ്റിംഗ് ഡിസഫെക്ഷൻ എന്ന് പറയുന്നുണ്ട്. എക്സൈറ്റ്സ് ഓർ അറ്റംപ്റ്റ്സ് ടു എക്സൈറ്റ് ഫീലിംഗ്സ് ഓഫ് ഡിസഫെക്ഷൻ ടു ദ ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സെക്ഷൻ 124A പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ ഈ നിയമത്തിൽ തന്നെയുണ്ട്. അതായത് ഡിസഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം. ഡിസ്ലോയൽറ്റി ആൻഡ് ഓൾ ഫീലിംഗ്സ് ഓർ എൻമിറ്റി, സ്റ്റേറ്റിനോട് കാണിക്കുന്ന ഏത് തരത്തിലുള്ള ഡിസ്ലോയൽറ്റിയും അതുപോലെ എന്ത് തരത്തിലുള്ള ശത്രുതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസഫെക്ഷൻ എന്ന വാക്കിനകത്ത് വരും. പിന്നെ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ നോക്കുക. ഡിസ്അപ്രോബേഷൻ അല്ലെങ്കിൽ വിസമ്മതം. ഒരു സ്റ്റേറ്റ് പറയുന്ന ഒരു കാര്യത്തിനോട് വിസമ്മതം നമ്മൾ കാണിച്ചു, നമ്മൾ അതിനോടുള്ള ഒരു എതിരഭിപ്രായം പറഞ്ഞു എന്നുള്ളതൊന്നും രാജ്യദ്രോഹ കുറ്റമാകില്ല എന്നാണ് കോടതി ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നോക്കുക. ആൾട്ടറേഷൻ ബൈ ലോഫുൾ മീൻസ്, നീതിപരമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെതിരെ പ്രതികരിക്കുക. വിത്തൗട്ട് എക്സൈറ്റിംഗ് ഓർ അറ്റംപ്റ്റിംഗ് ടു എക്സൈറ്റ് ഹേട്രഡ്, കണ്ടംപ്റ്റ് ഓർ ഡിസഫെക്ഷൻ. അപ്പോൾ വെറുപ്പ് അതായത് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള, മറ്റുള്ളവർക്ക് സ്റ്റേറ്റിനെ വെറുക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഡിസഫെക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലല്ലാത്ത രീതിയിൽ എന്ത് തരത്തിലുള്ള വിസമ്മതങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അറിയിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഈ സെക്ഷനിൽ തന്നെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPCയിലെ തന്നെ സെക്ഷൻ 505. അതിനകത്തും പറയുന്ന ഒരു കാര്യം നോക്കുക. ടു കോസ് ഫിയർ ഓർ അലാം ടു ദ പബ്ലിക് ഓർ എ സെക്ഷൻ ഓഫ് ദ പബ്ലിക് വിച്ച് മേ ഇൻഡ്യൂസ് ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓർ അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. ഏതെങ്കിലും ആളുകളെ ഭയപ്പെടുത്തിയോ ഭീതി വ്യാപാരം നടത്തിയോ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ സ്റ്റേറ്റിനെതിരെ ആളുകളെ ഇളക്കി വിടുകയൊക്കെ ചെയ്ത കേസുകളിൽ സെക്ഷൻ 505 വെച്ചിട്ട് ശിക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ പറയുന്നു, ഇൻസൈറ്റ് വൺ ക്ലാസ് ഓർ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ ടു കമ്മിറ്റ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് എനി അതർ ക്ലാസ് ഓർ കമ്മ്യൂണിറ്റി. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, അത് ജാതി ആവാം, മറ്റെന്തെങ്കിലും ഒരു ക്ലാസ് ആവാം, അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിക്കുന്നതും സെക്ഷൻ 505 വെച്ചിട്ട് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെഡിഷൻ ലോ ഈ 124A-യും 505-യും ശ്രദ്ധിക്കുക. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യദ്രോഹ കുറ്റമാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം സെഡിഷൻ ലോയുടെ ഭരണഘടനാ വാലിഡിറ്റി സുപ്രീം കോടതി ഈ കേസ് പരിഹരിക്കുമ്പോൾ, കേദാർനാഥ് സിംഗിന്റെ കേസ് പരിഹരിക്കുമ്പോൾ അംഗീകരിച്ചെങ്കിലും ഇവിടെയും വയലൻസ് നടക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോക്സിമേറ്റ് ബന്ധം ഉണ്ടാകേണ്ട കാര്യത്തെ പറ്റിയിട്ട് സുപ്രീം കോടതി അതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിനെ വിമർശിച്ചാൽ അല്ലെങ്കിൽ ഭരണാധികാരികളെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാകില്ല. എതിരഭിപ്രായം പറഞ്ഞാലോ വിസമ്മതം അറിയിച്ചാലോ സമരം ചെയ്താലോ ഒന്നും രാജ്യദ്രോഹ കുറ്റമാകില്ല. അപ്പോൾ 1960 ഈ കേസിൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത കോടതി അംഗീകരിച്ചെങ്കിലും 2022 SG വൊമ്പാറ്റ്കറെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ കോടതി രാജ്യദ്രോഹ കുറ്റം തന്നെ ഒഴിവാക്കണമെന്ന് തീരുമാനമെടുത്തു. ഇത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ് ഈ സെക്ഷൻ 124A രാജ്യദ്രോഹ കുറ്റം. ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലത്ത് പല നേതാക്കൾക്കെതിരെയും ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗാന്ധിജി തന്നെ ഈ നിയമത്തെ പറഞ്ഞത് ദ പ്രിൻസ് എമംഗ് ദ പൊളിറ്റിക്കൽ സെക്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഡിസൈൻ ടു സപ്രസ് ദ ലിബർട്ടി ഓഫ് ദ സിറ്റിസൺ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ദ പ്രിൻസ് എമംഗ് ദ പൊളിറ്റിക്കൽ സെക്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന കൊമേഡിയൻസ്, കാർട്ടൂണിസ്റ്റുകൾ, ആക്ടിവിസ്റ്റുകൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവരെയെല്ലാം നേരിടാൻ സർക്കാർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് സുപ്രീം കോടതി സെക്ഷൻ 124A തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നു എന്ന് കാണിച്ച് അത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. കൂടുതലും യുവാക്കളാണ് ഈ കേസിലൊക്കെ പെടുന്നത്. 2016-നും 2019-നും ഇടയ്ക്ക് കേസുകളിൽ 160% വർധനവ് കാണിക്കുന്നുണ്ട്. പക്ഷേ 3%-ഓളമാണ് ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത്ര ആളുകളെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. കാരണം ഈ കേസുകൾക്കൊന്നും യാതൊരു തെളിവുകളും ഉണ്ടാവില്ല. കോടതിയിൽ ചെല്ലുമ്പോൾ ആളുകളെ വെറുതെ വിടും. പക്ഷേ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് പോലീസിനെ ഉപയോഗിച്ച് ആളുകൾക്കെതിരെ ഈ കേസ് ചുമത്തി അവരെ ജയിലിലിട്ടാൽ മതിയാവും. അപ്പോൾ SG വൊമ്പാറ്റ്കറെ കേസിലും BJP പ്രതിനിധികളെ വിമർശിച്ച 2 പത്രപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസാണ് പരിഗണിച്ചത്.
അപ്പം സുപ്രീം കോടതി IPC സെക്ഷൻ 124A പിൻവലിച്ചെങ്കിലും IPCക്ക് പകരം ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 152 രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് പറയുന്നത്. അപ്പം സെഡിഷൻ എന്ന വാക്കില്ല എങ്കിലും കൂടുതൽ ബ്രോഡായതും കൂടുതൽ ശിക്ഷയുള്ളതും ഒക്കെയാണ് ഈ BNS സെക്ഷൻ 152 ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു കേസ് പരിഗണിക്കവേ നമ്മുടെ രാജസ്ഥാൻ ഹൈക്കോടതി BNS സെക്ഷൻ 152 എന്നത് എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ആയുധമാക്കരുതെന്ന താക്കീതൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇനിയും 152 ഉപയോഗിക്കപ്പെടുക, അതിന്റെ ഭരണഘടനാ സാധുത എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അത് ഗവൺമെന്റിനുപരി വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാകുന്നത് ഡിഫമേഷൻ കേസുകളിലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(2) നിയന്ത്രണങ്ങളിൽ ഒന്ന് ഡിഫമേഷൻ സംബന്ധിച്ചാണ്. IPC നിയമത്തിൽ ഇത് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 499 മുതൽ 502 വരെയുള്ള വകുപ്പുകളാണ്. Any imputation concerning any person intending to harm or knowing or having reason to believe that such imputation will harm the reputation of such person എന്നാണ് ഈ IPC സെക്ഷൻ 499 മുതൽ 502 വരെയുള്ള വകുപ്പുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ, അയാളുടെ ഡിഗ്നിറ്റി, ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകർച്ച വരുത്തുന്ന രീതിയിലുള്ള എഴുത്തുകളോ പറച്ചിലുകളോ വിഷ്വൽ റെപ്രസെൻറ്റേഷനുകളോ അടയാളങ്ങളോ എന്തുമാകാം, ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ എന്ത് പറഞ്ഞാലും അത് ഡിഫമേഷൻ കേസിൽ വരുമെന്നുള്ളതാണ്. ഇനി ഇതിന് ഈ 499 മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്ത് കുറച്ച് എക്സ്പ്ലനേഷൻസും ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് ഡിസീസ്ഡ് പേഴ്സൺ ആയിട്ടുള്ള ആളുകളുടെ ഫാമിലിക്കോ അവരുടെ നിയർ റിലേറ്റീവ്സിനോ പ്രശ്നമുണ്ടായാൽ പോലും അതിനെ ഒരു ഡിഫമേഷനായിട്ട് എടുക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനി ഓർ ആൻ അസോസിയേഷൻ ഓർ കളക്ഷൻ ഓഫ് പേഴ്സൺ ആസ് സച്ച് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തികളെ മാത്രമല്ല, ഏതെങ്കിലും ഒരു കമ്പനിയോ ഏതെങ്കിലും ആളുകളുടെ കൂട്ടത്തെയോ ഒക്കെ അപമാനിച്ചാലും അവരുടെ ഡിഗ്നിറ്റിക്കോ റെപ്യൂട്ടേഷനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്ന തരത്തിൽ സംസാരിച്ചാലും ഡിഫമേഷൻ കേസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എക്സ്പ്ലനേഷനകത്ത് പറയുന്ന കാര്യം നമ്മളുടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾട്ടർനേറ്റീവ് ഓർ എക്സ്പ്രസ്ഡ് ഐറോണിക്കലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ ഡിഫേം ചെയ്യുന്ന കാര്യത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിക്കുകയോ എന്തെങ്കിലും ഐറോണിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടോ ഒക്കെ സംസാരിച്ചാൽ പോലും ഡിഫമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസും കൊടുക്കാനും അങ്ങനെ ഡിഫമേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാനും പറ്റുമെന്നാണ് എക്സ്പ്ലനേഷൻ 3 പറയുന്നത്. ഇനി എക്സ്പ്ലനേഷൻ 4 എന്താണ് ഈ റെപ്യൂട്ടേഷൻ, ഒരാളുടെ റെപ്യൂട്ടേഷൻ താഴ്ത്തുക എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് ഞാനത് വായിക്കാം. No imputation is said to harm a person's reputation unless that imputation directly or indirectly in the estimation of others lowers the moral or intellectual character of that person. Moral or intellectual character of that person. അതായത് ഒരാളുടെ ധാർമ്മികമോ ബൗദ്ധികവുമായിട്ടുള്ള കാര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. Or lowers the character of that person in respect of his caste, of his calling, or lowers the credit of that person. ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ ക്രെഡിറ്റ്, ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറച്ച് ആക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ഡിഫമേഷനിൽ വരുന്നത്. Or causes it to be believed that the body of that person is in a loathsome state or in a state generally considered as disgraceful. അതായത് സാധാരണയായി മറ്റുള്ളവർ മോശപ്പെട്ടത് എന്ന് കാണുന്ന തരത്തിലേക്ക് ഒരാളെ, അയാളുടെ ക്യാരക്ടറും ക്രെഡിറ്റും മൊത്തത്തിൽ അയാളുടെ ഡിഗ്നിറ്റിയും എല്ലാം താഴ്ത്തി കെട്ടുന്ന തരത്തിൽ സംസാരിക്കുന്നതിനാണ് ഈ ഡിഫമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത്, പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും അപമാനിക്കുന്നത്, അപവാദ പ്രചാരണം നടത്തുന്നതൊക്കെ ഇന്ന് വളരെ സർവ്വസാധാരണമാണ്. പക്ഷേ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഇരയാക്കപ്പെടുന്നവരെന്ന് കേസ് കൊടുത്താൽ പണി കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഡിഫമേഷൻ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയും കോടതി പരിശോധിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുബ്രഹ്മണ്യസ്വാമി, കെജ്രിവാൾ, രാഹുൽ ഗാന്ധി തുടങ്ങി പല പ്രമുഖരും ഡിഫമേഷൻ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഫ്രീ സ്പീച്ച് റൈറ്റിനെതിരെയാണ് എന്നും എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ അത് ഉപയോഗിക്കുന്നു എന്നും ഒക്കെ പരാതിപ്പെട്ടു. എന്നാൽ കോടതി ഡിഫമേഷൻ നിയമത്തിന്റെ ഭരണഘടനാ വാലിഡിറ്റി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഒരാളുടെ റെപ്യൂട്ടേഷൻ എന്നത് ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും
ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണതെന്നും അത് അയാളുടെ സ്വത്തവകാശം പോലെ പ്രാധാന്യമുള്ള ഒന്നാണെന്നും അതിനാൽ ഡിഫമേഷൻ നിയമങ്ങൾ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതായത് ഒരാളുടെ ക്യാരക്ടറും അയാളുടെ റെപ്യൂട്ടേഷനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് കുറവ് വരുത്തുക എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി റൈറ്റ് പോലെ, ഒരാളുടെ സ്വത്ത് അയാളിൽ നിന്ന് കവർന്നെടുക്കുന്നത് പോലെ അത്രയും രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് കോടതി അതിനെ കാണുന്നത്. അതുകൊണ്ട് ഡിഫമേഷൻ കേസിന് ഭരണഘടനാ വാലിഡിറ്റി ഉണ്ടെന്നും അത് നിലനിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഈ കേസ് കൊടുത്തതിനകത്ത് ഇവരിൽ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം, പല രാഷ്ട്രീയപരമായ കേസുകളിലും ഇവർക്ക് നേൽ ഉപയോഗിക്കുന്നു ഈ ഒരു കേസ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ കോടതിയിൽ പോയത്. കെജ്രിവാൾ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെയാണ്. ഇവരൊക്കെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറയുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളിലും ഈ ഡിഫമേഷൻ കേസ് കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നായിരുന്നു അവരുടെ ഒരു കേസ് കൊടുക്കാനുള്ള കാരണം. ഇനി ഡിഫമേഷൻ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള ചില സിനാരിയോസ് നമുക്ക് നോക്കാം. ഈ പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസ്, കുറച്ച് എക്സാമ്പിൾസും ഒക്കെ എങ്ങനെയാണ് ഡിഫമേഷൻ, ഏതാണ് ഡിഫമേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സെക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരാൾ പറയാണ് ഇസഡ് ഈസ് ആൻ ഓണസ്റ്റ് മാൻ, ഹി നെവർ സ്റ്റോൾ ബീസ് വാച്ച് എന്ന് പറയണം. ഇസഡ് ഒരു സത്യസന്ധനായ മനുഷ്യനാണ്, അവൻ ഒരിക്കലും ബിയുടെ വാച്ച് എടുക്കില്ല, മോഷ്ടിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇൻറ്റൻഡിങ് ടു കോസ് ഇറ്റ് ടു ബി ബിലീവ്ഡ് ദാറ്റ് ഇസഡ് ഡിഡ് സ്റ്റീൽ ബീസ് വാച്ച്. പക്ഷേ ഇസഡ് ആണ് യഥാർത്ഥത്തിൽ ബിയുടെ വാച്ച് മോഷ്ടിച്ചത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ പറഞ്ഞാൽ പോലും അത് ഡിഫോമേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന കാര്യം ചിലപ്പം ഇസഡിനെ നല്ല രീതിയിൽ പറയുന്ന സെന്റൻസുകളായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇസഡിനാണ് ബിയുടെ വാച്ച് മോഷ്ടിച്ചതെന്ന് പറയുകയാണെങ്കിൽ അത് ഒരു പ്രശ്നമാണ്, അതൊരു ഡിഫമേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇനി ഇസഡിന്റെ നേരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അത് പറഞ്ഞാലും പ്രശ്നമാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ എയോട് ചോദിക്കുകയാണ് ആരാണ് ബിയുടെ വാച്ച് മോഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇസഡിനെ നേരെ വിരൽ ചൂണ്ടുകയാണ്. അപ്പം ഒന്നും പറയുന്നില്ല, പക്ഷെ അതൊരു ഡിഫമേഷൻ കേസാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ബി അത് മോഷ്ടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു തരത്തിൽ അയാളുടെ നേരെ ചൂണ്ടി സംസാരിച്ചാലും അത് ഡിഫമേഷൻ കേസാണെന്നാണ് പറയുന്നത്. A draws a picture of Izzard running away with B's watch, intending it to be believed that Izzard stole B's watch. Izzard ബിയുടെ വാച്ച് മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നതിൻ്റെ പോലത്തെ ഒരു പടം വരച്ചാലും അതൊരു ഡിഫമേഷൻ കേസാണെന്നാണ് പറയുന്നത്. അപ്പം അവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാളെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ അയാൾ ഒരു കള്ളനാണെന്നോ, ഈ ഒരു സിനാരിയോയിൽ കള്ളനാണെന്ന് പറയുന്നു. അതേപോലെ ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ മോറൽ ക്യാരക്ടറിനെ മോശപ്പെടുത്തുന്ന തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ കേസിൽ വരുമെന്നാണ് പറയുന്നത്. ഡിഫമേഷൻ കേസിലെ വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ പറയാണ് ഐ തിങ്ക് ഇസഡ്സ് എവിഡൻസ് ഓൺ ദാറ്റ് ട്രയൽ ഈസ് സോ കോൺട്രഡിക്ടറി ദാറ്റ് ഹി മസ്റ്റ് ബി സ്റ്റുപ്പിഡ് ഓർ ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. പക്ഷേ അതേസമയം പറയാണ് ഐ ഡു നോട്ട് ബിലീവ് വാട്ട് ഇസഡ് അസർട്ടഡ് അറ്റ് ദ ട്രയൽ ബിക്കോസ് ഐ നോ ഹിം ടു ബി എ മാൻ വിത്തൗട്ട് വെറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവും. അതായത് നമ്മളൊരു ട്രയലിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ അവൻ പറയുന്ന ഒന്നും എടുക്കില്ല, കാരണം എനിക്കറിയാം അവനൊരു ഡിസോണസ്റ്റാണ്, അല്ലെങ്കിൽ അവനൊരു സ്റ്റുപ്പിഡാണ്, അവനൊരു ധാർമ്മികത ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷനാണ്. അതേസമയം നമ്മൾ പറയാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അവൻ ഒരു സ്റ്റുപ്പിഡാണെന്നും ഡിസോണസ്റ്റ് ആണെന്നും ഒക്കെ തോന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ വസ്തുതയെ നിലനിർത്തിക്കൊണ്ട് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. പക്ഷേ നമ്മൾ പറയുകയാണ് ഇനിയിപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും കാര്യമില്ല, ആദ്യമേ നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ വിലയിരുത്തുകയാണ് ഒരാളുടെ മോറൽ ക്യാരക്ടറോ അയാളുടെ ബുദ്ധിയോ എന്നൊക്കെ നമ്മൾ വില കുറച്ച് കാണിക്കുകയാണ്. അതിനുശേഷം പറയണം അയാൾ പറയുന്ന എന്തും അങ്ങനെ ആയി വരികയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡിഫമേഷൻ കേസാണ്. ഇപ്പം ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഒരു നാടകം, അതിൽ ഏതെങ്കിലും ഒരു ആർട്ട് വർക്ക്, അപ്പോൾ അതിനെയൊക്കെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോഴും ഈ ഡിഫമേഷൻ കേസ് ഒരു സ്ഥലത്ത് അപ്ലൈ ആകില്ല, പക്ഷെ ഒരു സ്ഥലത്ത് അപ്ലൈ ആകും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കോടതിയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണ് ഇസഡ്സ് ബുക്ക് ഈസ് ഫൂളിഷ്, ഇസഡ് മസ്റ്റ് ബി എ വീക്ക് മാൻ, ഇസഡ്സ് ബുക്ക് ഈസ് ഇൻഡീസെൻറ്റ്, ഇസഡ് മസ്റ്റ് ബി എ മാൻ ഓഫ് ഇംപ്യൂർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫമേഷൻ ആവില്ല.
അപ്പോൾ ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന പുസ്തകത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു പെർഫോമൻസിനെ നിലനിർത്തിക്കൊണ്ടിട്ട് നമ്മൾ അയാളുടെ സ്വഭാവത്തെ പറ്റി പറയാണ്. ഈ പുസ്തകം കൊള്ളില്ല, ഇത് വളരെ ഇമ്മോറലായിട്ടുള്ള ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഇതൊരു ഇൻഡീസൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എഴുതിയ ആളുടെ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിയില്ലെന്നോ അയാൾക്ക് ധാർമ്മികത ഇല്ലയോ എന്നൊക്കെ നമുക്ക് അയാളുടെ വർക്കിനെ നിലനിർത്തിക്കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. അതേസമയം നമ്മൾ പറയുകയാണ് ഇവൻ എന്തായാലും മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്കറിയാം, ഇസഡ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം, അപ്പോൾ അയാൾ ഇനി എന്ത് ചെയ്താലും അയാളുടെ സിനിമയും എന്തായാലും മോശപ്പെട്ടതാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ്റെ വകുപ്പിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ റിവ്യൂ പറയുന്നവരും അതിൻ്റെ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡിഫമേഷൻ ആകുന്നത്, എന്ത് പറയുമ്പോഴാണ് ഡിഫമേഷൻ അല്ലാതാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. പിന്നെ ഒരു റിവ്യൂവർ പറയാണ് സംവിധായകൻ്റെ സ്വഭാവം ശരിയല്ല, ധാർമ്മികതയില്ലാത്തവനാണ്, അതുകൊണ്ട് അയാളുടെ സിനിമയും മോശമാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് നമ്മുടെ IPCയിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം പടം കൊള്ളില്ല, ഇത് കണ്ടാൽ മനസ്സിലാകും സംവിധായകൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഡിഫമേഷൻ അല്ല. അപ്പോൾ പ്രൊഡക്റ്റിൽ നിന്ന് നേരെ നമുക്ക് ക്രിയേറ്ററിലേക്ക് പോവാം, പക്ഷെ തിരിച്ചു പറ്റില്ല എന്നർത്ഥം. ഇനി മറ്റ് ചില ഡിഫമേഷൻ എക്സാമ്പിൾസോടെ നോക്കാം. ഒരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫമേഷൻ ടു മേക്ക് ആൻ ഇമ്പ്യൂട്ടേഷൻ ഓൺ ദ ക്യാരക്ടർ ഓഫ് അനദർ പ്രൊവൈഡഡ് ദാറ്റ് ദ ഇമ്പ്യൂട്ടേഷൻ be made in good faith for the protection of the interest of the person making it or of any other person or for the public good. സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അയാളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരാളെ പറ്റിയിട്ട് ഗുഡ് ഫെയ്ത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം പറയുന്നത് കൊണ്ട് അത് ഡിഫമേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ ബിസിനസ് മാനേജ് ചെയ്യുന്ന ബിയോട് പറയാണ്, സെൽ നത്തിങ് ടു ഇസഡ് അൺലെസ് ഹി പേയ്സ് യു റെഡി മണി ഫോർ ഐ ഹാവ് നോ ഒപ്പീനിയൻ ഓഫ് ഹിസ് ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. കാരണം അയാളുടെ കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പോൾ അയാൾക്ക് ഓൾറെഡി ഒരാൾ അയാളുടെ സത്യസന്ധതയിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് കടം കൊടുക്കാൻ പാടില്ല എന്ന് അയാൾക്ക് പറയാം. കാരണം അയാളുടെ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത്, അയാളുടെ മാനേജറിൻ്റെ അടുത്തോ തൊഴിലാളികളുടെ അടുത്തോ ഒക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, നീ അവന് കടം കൊടുക്കരുത് കാരണം അവൻ പൈസ തരുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊന്നും ഡിഫമേഷൻ്റെ വകുപ്പിൽ വരില്ല. It is not defamation to convey a caution in good faith to one person against another, provided that such caution be intended for the good of the person to whom it conveyed, or of some person to whom that person is interested, or for the public good. അല്ലെ ആരെങ്കിലും ശരിയല്ല അല്ലെങ്കിൽ അവനൊന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ രക്ഷയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നതും ഡിഫമേഷൻ്റെ വകുപ്പിൽ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഡിഫമേഷൻ്റെ വകുപ്പിൽ വരും, എന്തൊക്കെ ഡിഫമേഷൻ്റെ വകുപ്പിൽ വരില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ഡിഫമേഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്. എക്കണോമിക്സും അതുപോലെ റെഗുലേഷൻസ്, പ്രൈസ് കൺട്രോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് കേസുകളും സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അതിലെ ചില കേസുകളൊക്കെ രസകരമാണ്. അതിലൊന്ന് സക്കാൽ പേപ്പേഴ്സ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. അപ്പോൾ ആ കേസിൽ 1956 ന്യൂസ് പേപ്പർ ആക്ട്, അതുപോലെ 1960 ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് പ്രൈസ് ആൻഡ് പേജ് ഓർഡർ തുടങ്ങിയ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് പത്രങ്ങൾ കോടതിയിൽ പോയത്. അപ്പോൾ സുപ്രീം കോടതി പത്രങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അപ്പം ഈ ഓർഡറുകൾ പ്രകാരം പത്രങ്ങളുടെ വിലയിൽ റെഗുലേഷൻസ്, അതിൻ്റെ പ്രൈസിൽ റെഗുലേഷൻസ് കൊണ്ടുവരിക, അതുപോലെ എത്ര പേജ് പറ്റും എന്നുള്ളതിൽ റെഗുലേഷൻസ് കൊണ്ടുവരിക, ഇതൊക്കെയായിരുന്നു അതിൽ കൊണ്ടുവന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ പത്രങ്ങളുടെ കൗണ്ട് പേജ് നമ്പർ കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇത്ര റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ഫ്രീ സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ സർക്കുലേഷനെ അത് ബാധിക്കും, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത്. മറ്റൊരു കേസ് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ്. അത് 1984 ആ കേസിൽ അമിതമായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്നത് പത്രങ്ങളുടെ ആവശ്യമായിട്ടുള്ള ന്യൂസ് പേപ്പർ പ്രിൻ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ പത്രങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവർക്ക് അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് അത് എതിരാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയെന്നുള്ളതാണ്. ഇവിടെയും പത്രങ്ങളുടെ ഗവൺമെൻറ്റിന് ടാക്സ് ഏർപ്പെടുത്താൻ അനുമതിയുണ്ടെങ്കിലും ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കാൻ അനുമതിയുണ്ടെങ്കിലും പത്രങ്ങളുടെ കേസിൽ വ്യത്യാസമുണ്ട്.
അതിൽ ഓവറായിട്ട് ബർഡൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പത്രങ്ങൾ ഇറക്കാൻ പറ്റില്ല, അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള നിലപാടാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. മറ്റൊരു കേസ് ബെന്നറ്റ് കോൾമാൻ ആൻഡ് കോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും ഇതേ നിലപാട് തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഇമ്പോർട്ട് ഡ്യൂട്ടിയിലും മറ്റ് ടാക്സിലും ഒക്കെ വരുന്ന ഇളവുകൾ ചെയ്തു കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി അവിടെയും പറഞ്ഞിട്ടുള്ളത്. കോടതിയലക്ഷ്യം അഥവാ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന നിയന്ത്രണം ആർട്ടിക്കിൾ 19(2) ആദ്യമായി വന്നത് മുതലുണ്ട്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം കോടതിയലക്ഷ്യ നിയമങ്ങൾ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അത് ഒഴിവാക്കിയാണ് ആ രാജ്യങ്ങളിലൊക്കെ ചെയ്തത്. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ ഇന്നും ഇത് തുടരുന്നു. പല നിയന്ത്രണങ്ങളിലും കോടതി പരിശോധിക്കുന്ന റീസണബിൾ, പ്രോക്സിമിറ്റി എന്നീ കാര്യങ്ങളൊന്നും കോടതിയലക്ഷ്യ കേസുകളിൽ കോടതി പരിഗണിക്കില്ല എന്നത് ദുഃഖകരമാണ്. കോടതിയെ വിമർശിക്കുന്നത് വസ്തുതകളുടെ പേരിലാണോ അതുമൂലം വയലൻസ് ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും കോടതി ഈ കേസുകളിൽ പരിഗണിക്കുന്നില്ല. മറ്റ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പരിശോധിക്കുന്ന പല കേസുകളും നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. പക്ഷേ സ്വന്തം കാര്യത്തിൽ, അതായത് കോടതിയുടെ കാര്യത്തിൽ, കോടതി പറയുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ മറ്റുള്ളവർക്കും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, ബഹുമാനമില്ലാതാകും എന്നൊക്കെയാണ്. 2002 അരുന്ധതി റോയ് കോടതിയലക്ഷ്യ കേസിൽ അരുന്ധതി റോയ്ക്കെതിരെ പറഞ്ഞ വിധിയിൽ ഇത് പ്രകടമാണ്. സ്കാൻഡലൈസ്ഡ് ഇറ്റ്സ് അതോറിറ്റി, അതായത് കോർട്ട്സ് അതോറിറ്റി, കോടതിയുടെ അതോറിറ്റിയെ സ്കാൻഡലൈസ് ചെയ്യുന്ന തീരുമാനങ്ങളാണ് അരുന്ധതി റോയുടെ അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നതാണ് കോടതി പറഞ്ഞത്. ഇന്ത്യയിലെ കോടതിയലക്ഷ്യ കേസുകളിലും മറ്റ് ഫ്രീ സ്പീച്ച് കേസുകളിലെ പോലെ റീസണബിളായ നിയന്ത്രണങ്ങൾ മാത്രം കൊണ്ടുവരുമ്പോഴേ ഒരു ലിബറൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് ചേരുന്നതായി അത് മാറുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലേത്. സിനിമ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാന എൻ്റർടൈൻമെൻറ്റ് ഉപാധി ആയതിനാൽ തന്നെ സിനിമയും സിനിമയെ ബന്ധപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കുറച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യണം. 1952 ഇന്ത്യയിൽ സിനിമറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വരുന്നത്. ഇത് പ്രകാരം റിലീസിന് മുമ്പ് സിനിമകൾ സർട്ടിഫൈ ചെയ്യാനായി സർക്കാരിനൊരു ബോർഡിനെ രൂപീകരിക്കാം എന്ന വ്യവസ്ഥ വന്നു. ആ ബോർഡായിരിക്കും സിനിമയുടെ കണ്ടൻറ്റ് പരിശോധിച്ച് UA തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ആർട്ടിക്കിൾ 19(2) പറഞ്ഞ അതേ നിയന്ത്രണങ്ങളാണ് ഈ നിയമത്തിലെ ഗൈഡ് ലൈനിലും പറയുന്നത്. എ ഫിലിം ഷാൾ നോട്ട് ബി സർട്ടിഫൈഡ് ഫോർ പബ്ലിക് എക്സിബിഷൻ ഇഫ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു ഗ്രാൻഡ് ദ സർട്ടിഫിക്കറ്റ്, അതായത് സെൻസർ ബോർഡ്, the film or any part of it is against the interest of sovereignty and integrity of India and security of the state, friendly relationship with the foreign states, public order, decency or morality, or involves defamation or contempt of court, or is it likely to incite the commission of any offense. അപ്പോൾ 19(2) പറഞ്ഞിരിക്കുന്ന അതേ ഗൈഡ് ലൈൻസ് തന്നെയാണ് സിനിമറ്റോഗ്രാഫ് ആക്ടിലും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ കോടതിയിലെത്തിയ ആദ്യകാല സിനിമാ കേസുകളിൽ ഒന്ന് 1950-കളിലെ KA അബ്ബാസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. അപ്പോൾ KA അബ്ബാസിൻ്റെ 4 സിറ്റീസ് എന്ന ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ച റെഡ് സ്ട്രീറ്റിലെ രംഗങ്ങൾ, ബോംബെയിലെയും കൽക്കട്ടയിലേക്ക് റെഡ് സ്ട്രീറ്റിലെ രംഗങ്ങൾ കാരണം A സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനമാണ് എന്നും പ്രീ സെൻസർഷിപ്പ് ഒഴിവാക്കണമെന്നുമാണ് അബ്ബാസ് പരാതിപ്പെട്ടത്. കോടതി എന്നാൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് മാത്രമാണ് സിനിമാറ്റോഗ്രാഫ് ആക്റ്റിലുള്ളതെന്ന് കാട്ടി സെൻസർ ബോർഡിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് രംഗരാജൻ കേസ്. ഒരേ ഒരു ഗ്രാമത്തിലെ എന്ന 1987 ഇറങ്ങിയ തമിഴ് സിനിമയാണ് കേസിന് ആസ്പദം. ലക്ഷ്മിയാണ് നായിക. ഈ സിനിമയിൽ റിസർവേഷൻ പോളിസിയെ വിമർശിക്കുന്ന തീമാണുള്ളത്. ബ്രാഹ്മണനായ അച്ഛൻ മകൾക്ക് IAS കിട്ടാനായി ദളിതയായി വളർത്തുകയും ഒടുവിൽ കോടതി ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്ലോട്ട്. ഈ സിനിമയ്ക്ക് കൊടുത്ത U സർട്ടിഫിക്കറ്റ് മദ്രാസ് ഹൈക്കോടതി പിൻവലിച്ചു. പ്രൊഡ്യൂസർ സുപ്രീം കോടതിയിൽ പോയി. തമിഴ്നാട് സർക്കാർ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, പടം ഗവൺമെൻറ്റിൻ്റെ റിസർവേഷൻ പോളിസിക്കെതിരെ ബയാസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. 2, ഇത് തമിഴ്നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി എന്നാൽ ഈ വാദങ്ങളൊന്നും സ്വീകരിച്ചില്ല. ഒന്നാമതായി സിനിമ അംബേദ്കർക്കെതിരെ പറയുന്നു, വിദ്യാഭ്യാസത്തിനെതിരെ പറയുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അതിനുമപ്പുറം മറ്റ് കേസുകളിൽ കണ്ടതുപോലെ സിനിമ തമിഴ്നാട്ടിൽ വയലൻസ് ഉണ്ടാക്കുക എന്ന വാദത്തെ നമ്മൾ പല കേസിലും കണ്ട പോലെ പ്രോക്സിമേറ്റ് വാദം, അതായത് നേരിട്ടുള്ള ഇമ്മീഡിയറ്റ് ബന്ധം സ്പീച്ചും വയലൻ്റ് ആക്ടിവിറ്റിയും തമ്മിലില്ല എന്നും കോടതി കണ്ടെത്തി. പക്ഷേ അതേസമയം കോടതി വിധിന്യായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കോടതി പറഞ്ഞത് സിനിമ മറ്റ് മാധ്യമങ്ങൾ പോലെയല്ല,
തിയേറ്ററിൽ ഇരുന്ന് വലിയ സ്ക്രീനിൽ ഡ്രാമാറ്റിക്കായി കാണിക്കുമ്പോൾ വലിയ തരത്തിൽ അത് കാണുന്നവരെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയും. അതുകൊണ്ട് സിനിമ മോറലായിരിക്കണം, ഭാരതീയ ദർശനങ്ങൾ നൽകുന്നതായിരിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് ക്രമസമാധാന പ്രശ്നത്തിൽ കോടതി സ്വീകരിച്ച നിലപാടിനെതിരാണെന്ന് നമുക്കറിയാം. കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമുള്ള സ്വയം ചിന്തയും തീരുമാനമെടുക്കുന്നതിനുമുള്ള ശേഷിയെ ക്രമസമാധാന പ്രശ്നത്തിലും മറ്റും കണക്കെടുക്കുമ്പോൾ മൊറാലിറ്റിയുടെ കാര്യം വരുമ്പോൾ കോടതി കണക്കിലെടുക്കുന്നില്ല. കോടതിയലക്ഷ്യ കേസിലും കണക്കിലെടുക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഇതൊരു വൈരുദ്ധ്യം തന്നെയാണ്. റിസർവേഷൻ തീയുമായി വരുന്ന മറ്റൊരു കേസാണ് ആരക്ഷൺ എന്ന സിനിമയെ സംബന്ധിച്ചുള്ള കേസ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഈ സിനിമ ബാൻ ചെയ്തിരുന്നു. സുപ്രീം കോടതി പക്ഷേ ബാൻ പിൻവലിച്ചു. വിധി പ്രഖ്യാപനത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, വെൻ ദെയർ ഇസ് എ പബ്ലിക് ഡിസ്കഷൻ ആൻഡ് ദെയർ ഈസ് സം ഡിസെൻറ്റ് ഓൺ ദീസ് ഇഷ്യൂസ് an informed and better decision could be taken which becomes a positive view and help the society to grow. അപ്പോൾ ഇവിടെ സുപ്രീം കോടതി എടുത്ത നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിരുദ്ധ അഭിപ്രായങ്ങളും ഉണ്ടാവും. ആ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു ഡിസ്കഷൻ ഉണ്ടാകുകയും അത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നല്ലതായിട്ട് വരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ബാൻഡിറ്റ് കീൻ കേസ് എന്നറിയപ്പെടുന്ന ബോബിയാട്ട് ഇൻ്റർനാഷണൽ വേഴ്സസ് ഓംപാൽ സിംഗ് ഹൂൻ കേസ് മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ്. സിനിമയിൽ ഭൂലൻ ദേവിക്ക് നേരെയുള്ള റേപ്പ് സീനുകളുണ്ടെന്നും തൻ്റെ കമ്മ്യൂണിറ്റിയെയും ഇന്ത്യൻ സ്ത്രീത്വത്തെയും തന്നെ സിനിമ അപമാനിക്കുന്നു എന്നും പറഞ്ഞ് ഓംപാൽ സിംഗ് ഹൂൻ കൊടുത്ത കേസാണിത്. പടത്തിന് കൊടുത്ത എ സർട്ടിഫിക്കറ്റ് ബോംബെ ഹൈക്കോടതി പിൻവലിച്ചു. എന്നാൽ കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നടപടികൾ തിരുത്തുകയാണ് ഉണ്ടായത്. പടത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകുകയും പ്രദർശന അനുമതി നൽകുകയും ചെയ്തു. ഒന്നോ രണ്ടോ സീനുകളുടെ പേരിലല്ല, ചലച്ചിത്രം മുഴുവനായും അത് നൽകുന്ന മെസ്സേജിൻ്റെയും ഇമ്പാക്റ്റിൻ്റെയും പേരിൽ ആയിരിക്കണം വിലയിരുത്തേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. റേപ്പ് പോലെയുള്ള കാര്യങ്ങൾ മോശമാണെന്ന തോന്നലുണ്ടാക്കുന്നതാണ് പടത്തിൻ്റെ ആകെയുള്ള മെസ്സേജെങ്കിൽ കുഴപ്പമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. പെട്ടെന്ന് വികാരം വ്രണപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്താനായി സെൻസർ ചെയ്യാൻ പറ്റില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇനി ഒബ്സീനിറ്റിയെ, അശ്ലീലതയെ സംബന്ധിച്ചിടത്തുള്ള ഇന്ത്യൻ പീനൽ കോഡിലെയും ഇന്ത്യൻ IT ആക്ടിലെയൊക്കെ ചില നിയമങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 292, 293, 294 ഈ നിയമങ്ങൾ വരുന്നത്. ഇതിൽ 292 പ്രകാരം അശ്ലീലമായിട്ടുള്ള പുസ്തകങ്ങളും പാംപ്ലെറ്റ്സുകളും ഒക്കെ വിൽക്കുന്നത് നിയമമൂലം തടഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 293 20 വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കുന്നതിന് പ്രത്യേക ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. 294 ഒബ്സീനായിട്ടുള്ള ആക്ട്സോ സോങ്സോ എന്തും പറയുന്നത് അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. Does any obscene act in any public place or sings, recites or utters any obscene song, ballad or words in or near any public place shall be punished with imprisonment of either description for a term which may be extended to 3 months or with fine or with both എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുസ്ഥലത്ത് അശ്ലീലമായിട്ടുള്ള പാട്ട് പാടുന്നതും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും ഒക്കെ സെക്ഷൻ 294 പ്രകാരം ശിക്ഷ കിട്ടുന്നതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലും IT ആക്ടിലും സെക്ഷൻ 67 സെക്ഷൻ 67A ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇലക്ട്രോണിക് ഫോമിൽ, അതായത് സോഷ്യൽ മീഡിയയിലൂടെയോ അതുപോലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള മീഡിയസിലൂടെ ഒബ്സീനായിട്ടുള്ള മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ സെക്ഷൻ 67A പ്രകാരം സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പാസ് ചെയ്യുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ്. ഇനിയും ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986 സ്ത്രീകൾക്കെതിരെ ഉള്ള ഇൻഡീസൻസിയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ദ ആക്ട് പ്രൊഹിബിറ്റ്സ് ആൻഡ് പണിഷസ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ത്രൂ അഡ്വർടൈസ്മെന്റ് ഓർ ഇൻ പബ്ലിക്കേഷൻസ്, റൈറ്റിംഗ്, പെയിന്റിങ്സ്, ഫിഗേഴ്സ് ഓർ ഇൻ എനി അതർ മാനർ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ എന്താണ് എന്ന് അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Indecent representation of women has been defined as the depiction of woman's form, body, or any part in such a manner which has the effect of being indecent and derogatory towards women or denigrating them and is likely to deprave, corrupt, or injure the public morality or order. അപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, ഇൻഡീസെന്റ് ആയിട്ട് ചിത്രീകരിക്കുന്ന, ഡെറോഗേറ്ററി ആയിട്ട് ചിത്രീകരിക്കുന്ന എന്ത് തരത്തിലുള്ള ആർട്ട് ഫോംസും എന്ത് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണെങ്കിലും അതൊക്കെ 1986 ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ആക്ട് പ്രകാരം ശിക്ഷ അനുഭവിക്കുന്നതാണ്.
സൃഷ്ടി സ്കൂൾ ഓഫ് ആർട്ട്, ഡിസൈൻ ആൻഡ് ടെക്നോളജി വേഴ്സസ് ദ ചെയർപേഴ്സൺ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആൻഡ് ANR. ഈ ഒരു കേസ് ഒരു പ്രധാനപ്പെട്ട കേസാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കബീർ എന്ന പ്രസിദ്ധനായ കവിയുടെ ജീവിതത്തെയും ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഈ കേസിലെ വിഷയം. ഒരു എപ്പിസോഡിൽ ബാബറി മസ്ജിദിനെ പറ്റി പറയുന്നു, മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു, രാമനെ പറ്റി പരാമർശിക്കുന്നു എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡും ട്രൈബ്യൂണലും ചില സീനുകൾ കട്ട് ചെയ്ത് കളയാൻ ആവശ്യപ്പെടുന്നു. അതിനെതിരെ ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കൾ കോടതിയിൽ പോയി. ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ഡെത്ത് യുവർ റൈറ്റ് ടു സേ ഇറ്റ് എന്ന വോൾട്ടയറിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രഖ്യാപനം നടത്തിയത്. ഒന്നും എഡിറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല എന്നും മുഴുവനായി നോക്കുമ്പോൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗങ്ങൾ ക്രിയേറ്ററുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണെന്നും കോടതി വിധിച്ചു. As long as the film provides space for dialogue and discussion of a contentious issue, the policing out of a point of view or a visual merely because it is disagreeable to same cannot be justified. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞ അതേ തരത്തിലുള്ള വിധിയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പം കോടതി ഇവിടെ പറയുന്നത് ഒരു സിനിമയിൽ എത്ര വിവാദ വിഷയമാണെന്ന് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് നൽകുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ അത് കുറച്ചു പേർക്ക് അത് അപ്രിയമായത് കൊണ്ട്, കുറച്ചു പേർക്ക് സമ്മതമല്ല എന്നുള്ളതിന്റെ പേരിൽ സിനിമയെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, സിനിമയെ സെൻസർ ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി അവിടെ തീരുമാനമെടുത്തത്. ഉഡ്ത പഞ്ചാബ് എന്ന സിനിമയിൽ 89 കട്ടുകൾ നിർദ്ദേശിച്ച നടപടിക്കെതിരെ സുപ്രീം കോടതി എടുത്ത നിലപാട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വന്ന നടപടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അന്ന് വിധി പ്രഖ്യാപനത്തിൽ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. No one can dictate to the maker how to make his film and what should be the context. It is entirely for them to choose the setting, the underlying theme and storyline. ഒരു സിനിമയെ ഏത് കോണ്ടെക്സ്റ്റിൽ സെറ്റ് ചെയ്യണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഡിക്റ്റേറ്റ് ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് പൂർണ്ണമായും ഫിലിം മേക്കേഴ്സിന്റെ സ്വാതന്ത്ര്യം എന്നാണ് കോടതി അവിടെ പറഞ്ഞത്. ജോളി LLB സിനിമയുടെ 1-ാം ഭാഗത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ചില അഡ്വക്കേറ്റ്സ് പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയിൽ പോയിരുന്നു. എന്നാൽ കോടതി ഇതിൽ യാതൊരു പൊതുതാൽപര്യമില്ല എന്ന് പറഞ്ഞ് കേസ് ഡിസ്മിസ് ചെയ്തു. അന്ന് കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡോണ്ട് വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കാം, അല്ലാതെ സിനിമ കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് വരണ്ട എന്നാണ് കോടതി എന്ന് പറഞ്ഞത്. പക്ഷേ ജോളി LLBയുടെ തന്നെ 2-ാം ഭാഗത്തിന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ വീണ്ടും ചില അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ പോകുന്നു. ട്രെയിലറിലെ കോടതി രംഗങ്ങൾ കോടതി അലക്ഷ്യമാണെന്ന് കാണിക്കുന്നത് എന്ന് അവർ ആവശ്യപ്പെട്ടു. ഇത്തവണ കോടതി പരാതി ഡിസ്മിസ് ചെയ്യാതെ ഒരു 3-അംഗ സമിതിയെ സിനിമ കാണാൻ ഏർപ്പാടാക്കി. ഈ നീക്കത്തിനെതിരെ സിനിമയുടെ നിർമ്മാതാക്കൾ സുപ്രീം കോടതി പോയി. കാരണം ഇന്ത്യയിൽ ഒരു സമാന്തര സെൻസർഷിപ്പ് നടത്താൻ കോടതിക്ക് അവകാശമില്ല. പക്ഷേ സുപ്രീം കോടതി ബോംബെ ഹൈക്കോർട്ടിന്റെ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ട് കേസ് പരിഗണിക്കാമെന്ന വിചിത്ര നിർദ്ദേശമാണ് വെച്ചത്. ഈ സമിതി 3-4 സീനുകൾ ഡിലീറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. റിലീസ് തീയതി അടുത്തതുകൊണ്ട് അണിയറ പ്രവർത്തകർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ഒപ്പം സുപ്രീം കോടതിയിലെ കേസും പിൻവലിച്ചു. കോടതി അലക്ഷ്യ കേസുകളിൽ മറ്റു കേസുകളിലെ പോലെ അല്ല കോടതി ഇടപെടൽ എന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ജോളി LLB 2 സംഭവിച്ചത്. സിനിമയെ മാത്രമല്ല, TV-യിലും OTT-യിലും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യ കേസുകൾ കോടതി കയറാറുണ്ട്. സുദർശൻ TV സംപ്രേഷണം ചെയ്ത ബിൻഡാസ് ബോൾ, നെറ്റ്ഫ്ലിക്സിലെ തന്നെ ബാഡ് ബോയ് ബില്ലിനിയർ ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. അമേരിക്കൻ എഴുത്തുകാരനായ ഐസക് അസിമോവ് പറഞ്ഞ ഒരു വാചകമുണ്ട്. എനി ബുക്ക് വെർത്ത് ബാനിങ് ഇസ് എ ബുക്ക് വെർത്ത് റീഡിങ്. സിനിമകൾ പോലെ തന്നെ പുസ്തകങ്ങളും ഇന്ത്യയിൽ വലിയ രീതിയിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയ്ക്കുള്ളതുപോലെ ഒരു സെൻസർ ബോർഡ് പുസ്തകങ്ങൾക്കില്ല. പക്ഷേ CRPC സെക്ഷൻ 95 പ്രകാരം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് ബുക്ക് ബാൻ ചെയ്യാൻ കഴിയും. ഇറ്റ് അലൗസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഡിക്ലെയർ പബ്ലിക്കേഷൻസ് ഫോർഫിറ്റഡ് ഇഫ് ദേ കണ്ടെയ്ൻ മാറ്റർ ദാറ്റ് ഈസ് പണിഷബിൾ അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇറ്റ് അലൗസ് പോലീസ് ഓഫീസേഴ്സ് ടു സീസ് ഫോർഫിറ്റഡ് പബ്ലിക്കേഷൻസ് എനിവെയർ ഇൻ ഇന്ത്യ. It allows magistrates to issue warrants to search for forfeited publications in any premises. എന്നാൽ അതേസമയം CRPC സെക്ഷൻ 96 ഉപയോഗിച്ച് ഈ സെക്ഷൻ 95 പ്രകാരം എടുത്ത നടപടിക്കെതിരെ കോടതിയിൽ അപ്പീൽ പോകാൻ നടപടി നേരിട്ടവർക്ക് കഴിയും.
ഇതിനു പുറമെ കസ്റ്റം ആക്ട് 1962 പ്രൊവിഷൻസ് ഉപയോഗിച്ച് പുറത്തു നിന്നുള്ള വിവാദമായ പുസ്തകങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിൽ തടയാനും ഗവൺമെന്റുകൾക്ക് കഴിയും. നമുക്ക് ഇന്ത്യയിൽ നടന്ന ചില പുസ്തക നിരോധനങ്ങളും കേസുകളും പരിശോധിക്കാം. 1954 ദ വുമൺ ഓഫ് റോം എന്ന നോവലിന്റെ ഗുജറാത്തി വിവർത്തനം സ്ത്രീ എന്ന പേരിൽ പുറത്തിറങ്ങി. നഗ്നയായി ആർട്ടിസ്റ്റിന് മുന്നിൽ പോസ് ചെയ്യുന്ന യുവതി അവസാനം സെക്സ് വർക്കർ ആകുന്ന കഥയാണ്. അന്ന് ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പുസ്തകം ബാൻ ചെയ്തു. എന്നാൽ ബറോഡ കോടതിയിലെ ജഡ്ജ് DJ ഡേവിന്റെ വിധി പുസ്തകത്തിനൊപ്പമായിരുന്നു. നഗ്നതയുണ്ടെങ്കിലോ ലൈംഗിക രംഗങ്ങൾ വർണ്ണിച്ചാലോ ഉടനെ അത് അശ്ലീലതയാകുകയില്ല എന്നായിരുന്നു ഡേവിന്റെ അഭിപ്രായം. ഡേവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഫ് യു ആർ ടു ജഡ്ജ് ദ വർത്ത് ഓഫ് എ ലിറ്റററി വർക്ക് ഓൺലി ബൈ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എ സിക്ക് മൈൻഡ്, വി വിൽ ബി ലെഫ്റ്റ് വിത്ത് ഡൾ ആൻഡ് മീനിങ്ലെസ് വർക്ക്സ്. ഏതെങ്കിലും ഒരു ലിറ്റററി വർക്കിനെ ജഡ്ജ് ചെയ്യുന്നത് ഒരു സിക്ക് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അവസാനം ഡള്ളും മീനിങ്ലെസ്സുമായിട്ടുള്ള കുറേ എഴുത്തുകൾ മാത്രമേ അവശേഷിക്കൂ എന്ന്. എന്നാൽ എല്ലാ ജഡ്ജിമാരും ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടവരല്ല. അതിനൊരു ഉദാഹരണമാണ് രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ്, 1964 നടന്ന കേസ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ ബാൻ ചെയ്ത പുസ്തകമായിരുന്നു 1928 ലേഡി ചാറ്റർലീസ് ലവർ എന്ന പുസ്തകം. 1960 ആയപ്പോൾ ബ്രിട്ടൻ നിരോധനം പിൻവലിച്ചു. അത് കണ്ട് പുസ്തകത്തിന്റെ ഇന്ത്യയിലെ നിരോധനം ഒഴിവാക്കാൻ രഞ്ജിത്ത് ഉദ്ദേശി എന്ന ബുക്ക് സെല്ലർ ശ്രമിച്ചു. ബോംബെ ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ പോയി. എങ്കിലും അവിടെയും രഞ്ജിത്ത് ഉദ്ദേശി പരാജയപ്പെട്ടു. യുവമനസ്സുകളെ കളങ്കിതമാക്കുന്ന പുസ്തകങ്ങൾ അനുവദിച്ചാൽ ധാർമ്മികത തകരുമെന്നൊക്കെയായിരുന്നു ജസ്റ്റിസ് ഹിദായത്തുള്ളയുടെ വാദങ്ങൾ. ഈ പുസ്തകം അനുവദിക്കുന്നത് കൊണ്ട് യാതൊരു സാമൂഹിക നേട്ടമില്ല. ഈ പുസ്തകത്തെ അനുകരിച്ച് ഇന്ത്യൻ തദ്ദേശീയ നോവലിസ്റ്റുകൾ എഴുതാൻ തുടങ്ങും. അശ്ലീലതയ്ക്ക് വായനക്കാർ കൂടും. അതോടെ യഥാർത്ഥ കലയ്ക്ക് സപ്പോർട്ട് ഇല്ലാതെയാകും തുടങ്ങിയ ന്യായങ്ങളാണ് അന്ന് കോടതി അവിടെ പറഞ്ഞത്. കളങ്കിത മനസ്സിന്റെ ധാർമ്മികത സംരക്ഷണമാണ് കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സമയത്തെ കുപ്രസിദ്ധമായ മറ്റൊരു ബുക്ക് ബാനാണ് ഓബറി മേനോന്റെ രാമ റീടോൾഡ് എന്ന പുസ്തകത്തിന്റെ ഇറക്കുമതി. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഓബറി മേനൻ പകുതി ഇന്ത്യൻ വംശജനാണ്. നായർ പ്രഭുവായിരുന്ന കാലിപുരയത്ത് നാരായണ മേനോന്റെയും ഐറിഷ് വംശജ ആലീസ് വില്ലറ്റിന്റെയും മകനായ ഓബറി സുഹൃത്തായ മറ്റൊരു പ്രശസ്ത മേനോൻ BK കൃഷ്ണമേനോനായി തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനാണ് പേരിന്റെ സ്പെല്ലിംഗ് മെനൻ എന്നാക്കിയത്. അദ്ദേഹത്തിന്റെ രാമ അൺടോൾഡ് എന്ന പുസ്തകം രാമായണത്തിന്റെ വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനമാണ്. ഹിന്ദു ഗ്രൂപ്പുകൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ നെഹ്റുവിന്റെ സർക്കാർ കസ്റ്റംസ് നിയമം ഉപയോഗിച്ച് പുസ്തകം ഇന്ത്യയിൽ ഇറക്കുന്നത് നിരോധിച്ചു. വിദേശ പുസ്തകങ്ങൾ മാത്രമല്ല, പെരിയാർ രാമസ്വാമി എഴുതിയ സച്ചി രാമായണം ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചിരുന്നു. രാമ അൺടോൾഡിനെ പറ്റി പറയുമ്പോൾ ഏകദേശം ആ സമയത്ത് ബാൻ ചെയ്ത മറ്റൊരു വിദേശ പുസ്തകത്തെ കൂടി പറയണം. രാമനെ പോലെ തന്നെ ഇന്ത്യക്ക് പെട്ടെന്ന് വ്രണപ്പെടുന്ന മറ്റൊരു വികാരമാണ് ഗാന്ധിജി. ഗാന്ധിയുടെ മരണത്തെ പറ്റിയുള്ള ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു എഴുത്ത് സ്റ്റാൻലി വോൾപെട്ട് എന്ന എഴുത്തുകാരന്റെ 9 Hours to രാമ ഇന്ത്യയിൽ നിരോധിച്ചു. സ്റ്റാൻലി വോൾപെട്ട് ഇതിനെതിരെ പല പത്രങ്ങളിലും എഴുതി. Stanley Wolpert expressed shock and distress, sorrow and surprise. Arguing for freedom of speech and press, he reminded that founding fathers and leaders of both America and India shared that same passionate faith in freedom and repugnance to tyranny. He wanted the government to let people read the book and decide. If it is poor job of fictional writing, it will vanish itself. He also reminded India its motto Satyamev Jayate and regretted that those words sounded hollow in the light of ban. സ്റ്റാൻലി വോൾപോർട്ട് പറഞ്ഞത് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഫൗണ്ടിങ് ഫാദേഴ്സ് ഫ്രീഡത്തിന് കൊടുത്ത വിലയെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ മോട്ടോ ആയ സത്യമേവ ജയതയെ പറ്റിയിട്ട്. ഒരു ഫിക്ഷണൽ വർക്ക് കൊള്ളില്ല എങ്കിൽ അത് തന്നെത്താൻ അപ്രത്യക്ഷമായിക്കോളും. ഗവൺമെന്റ് നിരോധിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മജ്റൂ സുൽത്താൻപുരി ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ഗാനരചയിതാവും കവിയുമായിരുന്നു. പെഹ്ലാ നഷ, പെഹ്ലാ കുമാർ എന്ന പ്രശസ്തമായ സിനിമാ ഗാനമൊക്കെ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മജ്റൂ 1950കളിൽ നെഹ്റുവിനെ ഹിറ്റ്ലറായും കോമൺവെൽത്ത് അടിമയായും ഒക്കെ ചിത്രീകരിച്ച് കവിത എഴുതിയതിന്റെ പേരിൽ മൊറാർജി ദേശായി 1 വർഷം ജയിലിലടച്ചു.
അതുപോലെ എമർജൻസി സമയത്ത് നെഹ്റുവിനെ പറ്റിയുള്ള മറ്റൊരു വിദേശ കൃതി മൈക്കൽ എഡ്വേർഡ്സിന്റെ നെഹ്റു എ പൊളിറ്റിക്കൽ ബയോഗ്രഫി വസ്തുതാപരമായ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ബാൻ ചെയ്തിരുന്നു. ടാഗോറിന് ശേഷം ബംഗാളിലെ ഏറ്റവും വേഴ്സറ്റൈലായ കവിയും നോവലിസ്റ്റും എന്നൊക്കെ വിശേഷണമുള്ള ബുദ്ധദേവ് ബാസുവിന്റെ രാത് ബോറോ വൃഷ്ടി അശ്ലീലതയുടെ പേര് പറഞ്ഞ് നിരോധിക്കുകയും ട്രയൽ സമയത്ത് ബുദ്ധദേവ് ബാസു വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായും വന്നു. അതുപോലെ ബംഗാളിൽ നിരോധനം നേരിട്ട മറ്റൊരു നോവലാണ് പ്രജാപതി. സുപ്രീം കോടതി ഈ ബാൻ 12 വർഷങ്ങൾക്ക് ശേഷം 1985 പിൻവലിച്ചു. സുപ്രീം കോടതിയുടെ വിധിയിൽ ഇപ്രകാരം പറയുന്നു: On a very anxious consideration and after carefully applying our judicial mind in making an objective assessment of the novel, we do not think that it can be said with any assurance that the novel is obscene merely because slang and unconventional words have been used in the book, in which there have been emphasis on sex and description of female bodies, and there are narrations of feelings, thoughts, and actions in vulgar language. സുപ്രീം കോടതി പറയുന്നത് ഒരു പുസ്തകത്തിൽ ലൈംഗികതയെപ്പറ്റി വർണ്ണിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെപ്പറ്റി വർണ്ണിച്ചതുകൊണ്ടോ ഒന്നും അത് ഒരു ഒബ്സീനായിട്ടുള്ള വർക്കായി മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു പുസ്തകത്തിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ മുഴുവൻ കണ്ടന്റിനെ അനുസരിച്ചിട്ട് വേണം ജഡ്ജ് ചെയ്യണം എന്ന വാദമാണ് സുപ്രീം കോടതി ഇവിടെ മുന്നിലോട്ട് വെക്കുന്നത്. അരുന്ധതി റോയുടെ ബുക്കർ പ്രൈസ് നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിനെതിരെ കേരളത്തിലെ യാഥാസ്ഥിക ക്രിസ്ത്യൻസ് ഒബ്സീനിറ്റിയുടെ പേരിൽ കേസ് കൊടുത്തിരുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് സംബന്ധിച്ച കേസുകളിൽ അത് സെഡിഷൻ ആയാലും കോടതി ലക്ഷ്യമായാലും അശ്ലീലതയായാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് അരുന്ധതി റോയ്. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധ ബുക്ക് ബാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്: സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഴ്സസിന്റെ ബാൻ. ഇറാൻ ഫത്ത പുറപ്പെടുവിച്ചപ്പോഴേക്കും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ബാൻ ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിഷേധം കാരണം രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഇന്ത്യയിൽ ബുക്ക് ബാൻ ചെയ്തു. പല വിദേശ പത്രങ്ങളിലും രാജീവ് ഗാന്ധിക്ക് ഒരു ഓപ്പൺ ലെറ്റർ എന്ന നിലയിൽ സൽമാൻ റുഷ്ദി തന്റെ പ്രതിഷേധം എഴുതി. ഇന്ത്യൻ ജനാധിപത്യം ഒരു ലാഫിംഗ് സ്റ്റോക്കായി മാറിയെന്നാണ് റുഷ്ദി അഭിപ്രായപ്പെട്ടത്. റുഷ്ദിയുടെ എഴുത്തിൽ നിന്നും: The ministry I am quoting from the Press Trust of India's report added that the ban did not detract from the literary and artistic merit of Rushdi's work. To which I can only reply, thanks for the good review. The book was banned after representations by 2 or 3 Muslim politicians, including Syed Sahaduddin and Khurshid Alam Khan, both members of parliament. These persons, whom I do not hesitate to call extremist, even fundamentalist, have attacked me and my novel while stating that they had no need actually to read it. That the government should have given in to such figures is profoundly disturbing. ഇപ്പോൾ റുഷ്ദി പറയുന്നത് തൻ്റെ പുസ്തകത്തിനെ പറ്റിയിട്ട് ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞത് ഇത് നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞതിന് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് താങ്ക്സ് ഫോർ ദ ഗുഡ് റിവ്യൂ എന്നാണ്. അതുപോലെ തന്നെ മിനിസ്ട്രിയിലുള്ള എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള മെമ്പേഴ്സ് എന്നാണ് അദ്ദേഹം മുസ്ലിം പൊളിറ്റീഷ്യൻസിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അവരുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഗവൺമെന്റ് വീണ് കൊടുക്കുകയാണ് ഉണ്ടായത്. അത് വളരെ മോശമായി പോയി എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അന്ന് സൽമാൻ റുഷ്ദി. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ പ്രശ്നം തന്നെയായിരുന്നു ഇത്. ഞാൻ ഈ ഓപ്പൺ ലെറ്റർ വായിക്കുന്നത് ഒരു വലതുപക്ഷ പോർട്ടലിലാണ്. മുസ്ലിം പ്രീണനം നടത്തിയ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ് അതിൽ കടുത്ത വിമർശനമാണ്. എന്നാൽ ഇതിന് 1 കൊല്ലം മുമ്പാണ് അംബേദ്കറിന്റെ ഹിന്ദു വിമർശനം മഹാരാഷ്ട്രയിൽ ബാൻ ചെയ്യപ്പെട്ടത്. രാമ അൺടോൾഡിന് കിട്ടിയ ബാനിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും ആ പോർട്ടൽ അറിഞ്ഞ ലക്ഷണമില്ല. റുഷ്ദിയുടെ തന്നെ അടുത്ത പുസ്തകം ദ മൂർസ് ലാസ്റ്റ് സൈ ശിവസേന നേതാവ് ബാൽ താക്കറെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഇത്തവണ കേസ് കോടതിയിലെത്തുകയും കോടതി റുഷ്ദിക്ക് അനുകൂലമായി നിലകൊള്ളുകയും ചെയ്തു. ബുക്ക് ബാനിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഈയിടെ നടന്ന സംഭവം പെരുമാൾ മുരുകൻ എന്ന തമിഴ് എഴുത്തുകാരന്റെ ആയിരിക്കും. തമിഴ്നാട്ടിലെ ജാതി പ്രഭുക്കന്മാർക്ക് മുന്നിൽ ഞാനെന്ന എഴുത്തുകാരൻ മരിച്ചു എന്ന് പെരുമാൾ മുരുകന് പറയേണ്ടി വന്നു. ഇവിടെ പക്ഷേ കോടതി എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. ജസ്റ്റിസ് സഞ്ജയ് കിഷാൻ കോൾ, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് ഹൈക്കോർട്ട്, റൂൾഡ് ഇൻ ഫേവർ ഓഫ് ദ ഓതർ. ഇഫ് യു ഡു നോട്ട് ലൈക്ക് എ ബുക്ക്, ത്രോ ഇറ്റ് അവേ. നമ്മളിത് നേരത്തെ സിനിമയുടെ കാര്യത്തിലും പറഞ്ഞത് കേട്ടതാണ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡോണ്ട് വാച്ച് ഇറ്റ് എന്ന് കോടതി പറഞ്ഞിരുന്നു. All writings unpalatable for one section of the society cannot be labeled as obscene, vulgar, depraving, prurient or immoral. ഏതെങ്കിലും ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അവരതിനെ അശ്ലീലമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളെ നിരോധിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി അന്നെടുത്ത നിലപാട്. The author and artist like him cannot be under a constant apprehension that if he deviates from the oft-treaded path, he will face adverse consequences. പെരുമാൾ മുരുകനെ പോലെയുള്ള നല്ല എഴുത്തുകാർ അവർ സാധാരണ പിന്തുടരുന്ന പാത മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ പേടിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. Let the author be resurrected to what he is best at, right? എഴുത്തുകാരൻ അവന് അറിയാവുന്ന ഏറ്റവും നല്ല പണി ചെയ്യട്ടെ, എഴുത്ത് തുടരട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പെരുമാൾ മുരുകൻ അതിനുശേഷം എഴുത്തിലേക്ക് തിരിച്ചു വന്നു. നെഹ്റുവിന്റെ കോൺഗ്രസിനെയും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെയും ശിവസേനയുടെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. എല്ലാവരും ബുക്ക് ബാൻ ചെയ്യുന്നതിൽ മിടുക്കന്മാരാണ്. ഇതുവരെ പറയാത്ത BJPയും ഈ കാര്യത്തിൽ മിടുക്കന്മാരാണ്. മുഹമ്മദ് അലി ജിന്ന എന്ന പുസ്തകത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ മോശക്കാരനാക്കി എന്നാരോപിച്ച് സ്വന്തം പാർട്ടിക്കാരനായ യശ്വന്ത് സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഗുജറാത്തിൽ ബുക്ക് ബാൻ ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ് BJP. അതുപോലെ ഗാന്ധിയുടെ സെക്ഷൽ ഓറിയന്റേഷനെ പറ്റി എഴുതിയെന്ന വിദ്യാധാരണയുടെ പേരിൽ പുലിസ്റ്റർ പുരസ്കാര ജേതാവ് ജോസഫ് ലെവ്ലേഡിന്റെ പുസ്തകം ദ ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ ബാൻ ചെയ്യാൻ മോഡി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്ത് പാർലമെന്റ് ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നു. ഗവൺമെന്റുകൾ അവരുടെ ഹീറോസ് നെഹ്റു, ഗാന്ധി, പട്ടേൽ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളും പ്രവാചകന്മാരും രാമനും മുഹമ്മദും ഒക്കെയായി ബന്ധപ്പെട്ട കേസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്നത് പോലെ അശ്ലീലതയുടെ പേര് പറഞ്ഞ് ചില എഴുത്തുകാരെ ക്രൂശിക്കുന്നത് പോലെ ഇന്ത്യയിൽ മറ്റൊരു ട്രെൻഡ് കൂടെയുണ്ട്. അത് വ്യക്തികൾ കൊടുക്കുന്ന ഡിഫമേഷൻ കേസാണ്. നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള അന്വേഷണാത്മക വർക്കുകളാണ് ഇതിൽ ബലിയാടാകുന്നവ. സിദ്ധാർത്ഥ ദൈബിന്റെ ബ്യൂട്ടിഫുൾ ആൻഡ് ഡാംഡ് എന്ന പേരിലുള്ള ഇംഗ്ലീഷ് പുസ്തകം ആനുകാലിക ഇന്ത്യയെ പറ്റിയുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ ആദ്യ അധ്യായം ഇല്ലാതെയാണ് ഇറങ്ങിയത്. ആദ്യ അധ്യായം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് IIPMന്റെ ഫൗണ്ടർ അരിന്ദാം ചൗധരിയെ പറ്റിയായിരുന്നു. ചൗധരി ആസാമിലെ ഒരു ലോക്കൽ കോർട്ടിൽ ബുക്കിനെതിരെ കേസ് ചാർജ് ചെയ്തു. റിമോട്ട് ഏരിയയിൽ കേസ് കൊടുത്തു തന്നെ എഴുത്തുകാർക്കും പബ്ലിഷേഴ്സിനും ബുദ്ധിമുട്ടുണ്ടാക്കാൻ തന്നെ. പക്ഷെ അവസാനം സുപ്രീം കോടതി കേസ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റി. സുപ്രീം കോടതി ചൗധരി കൊടുത്ത കേസിനെ ബോഗസ് ലിറ്റിഗേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഫിനാൻഷ്യൽ ജേർണലിസ്റ്റായ അമൽ ബാന്ദ്യോപാധ്യായ എഴുതിയ ദ അൺടോൾഡ് സ്റ്റോറിക്കെതിരെ സഹാറ ഗ്രൂപ്പ് ഡിഫമേഷൻ കേസ് ചാർജ് ചെയ്തിരുന്നു. കേസ് സെറ്റിലാകുകയും സഹാറ ഗ്രൂപ്പിന്റെ ഡിസ്ക്ലെയിമറുമായാണ് അവസാനം ബുക്ക് ഇറങ്ങുകയും ചെയ്തത്. ധീരുഭായ് അംബാനിയെ പറ്റി ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ഹാമിഷ് മക്ഡൊണാൾഡ് എഴുതിയ പൊളിസ്റ്റർ പ്രിൻസ് എന്ന പുസ്തകത്തിനെതിരെ അംബാനി കുടുംബം ഇന്ത്യയിലുടനീളം കേസ് കൊടുത്തിരുന്നു. അതുപോലെ യോഗ ഗുരു ബാബ രാംദേവിനെ പറ്റി പ്രിയങ്ക പതാക് നരേൻ എന്ന എഴുത്തുകാരി എഴുതിയ ഗോഡ്മാൻ ടു ടൈക്കൂൺ എന്ന ബുക്കിനെതിരെ രാംദേവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പുസ്തക നിരോധനത്തെ പറ്റി ഏതോ ഒരു വിമർശകൻ പറഞ്ഞ കാര്യമുണ്ട്. ആരെയും നോവിക്കാതെ എഴുതാൻ ഇനി 2 വിഷയങ്ങളേ ഉള്ളൂ. അത് ക്രിക്കറ്റും മാങ്ങയുമാണ്. ക്രിക്കറ്റും ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാങ്ങയെപ്പറ്റി മാത്രം എഴുതാം എന്ന അവസ്ഥ വന്നിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ ലിമിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ നിയമമാണ് IPCയിലെ സെക്ഷൻ 153A. നമ്മൾ ഹേറ്റ് സ്പീച്ച് നിയമം എന്നൊക്കെ പറയുന്നത് ഈ നിയമത്തെ പറ്റിയിട്ടാണ്. സെക്ഷൻ 153 penalizes promotion of enmity among different groups on grounds of religion, race, place of birth, residence, language, etc. ഭാഷയായാലും മതമായാലും വംശമായാലും ജാതിയായാലും ഏത് തരത്തിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുമുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഈ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഈ നിയമം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ ബാലഗംഗാധര തിലകിനെതിരെ ഉപയോഗിച്ച കേസിനാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയയിലും എന്തിന് മുഖ്യധാരാ മീഡിയയിലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ ചാകരയാണ്. ആരും ഇതിന്റെ ഒന്നും പുറകെ കേസുമായി പോകുന്നില്ല, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ വികാര ജീവികൾ തുനിഞ്ഞിറങ്ങിയാൽ പലരെയും അഴിക്കുള്ളിലാക്കാനുള്ള സ്കോപ്പ് 153A എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ശത്രുത തോന്നുന്നവർക്ക് പണി കൊടുക്കാനും നിരപരാധികളെ ക്രൂശിക്കാനും 153 മൂലം സാധിക്കും. സെക്ഷൻ 153യുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ജാവേദ് അഹമ്മദ് ഹജാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസായിരിക്കും. മഹാരാഷ്ട്രയിൽ പ്രൊഫസറായി ജോലി നോക്കിയിരുന്ന ജാവേദ് ഒരു കാശ്മീരിക്കാരനാണ്.
തന്റെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ചില മെസ്സേജുകളുടെ പേരിലാണ് അയാൾക്കെതിരെ 153A ഹേറ്റ് സ്പീച്ച് നിയമം ചുമത്തിയത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിനെ എതിർത്തും പാകിസ്ഥാന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസ നേർന്നുമൊക്കെയാണ് ഈ മെസ്സേജുകൾ. ബോംബെ ഹൈക്കോടതി വിധി എതിരെയായപ്പോൾ ജാവേദ് നേരെ സുപ്രീം കോടതിയിൽ പോയി. അവിടെ കോടതി ജാവേദിനെതിരെയുള്ള ചാർജുകൾ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. വിധിന്യായത്തിൽ കോടതി പരിശോധിച്ച ഒരു കാര്യമുണ്ട്. കുറ്റം ചാർത്തപ്പെട്ട ആളുടെ ഇന്റൻഷൻസ് എന്തായിരുന്നു, അതൊരു ഗിൽറ്റി മൈൻഡിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണോ എന്നുള്ളത്. കുറ്റം ചെയ്യുന്ന ആളുടെ ഇന്റൻഷൻസ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കലായിരുന്നു എന്നത് ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. നിരപരാധികളെ ക്രൂശിക്കുന്നത് ഒരു പരിധിവരെ ഈ പരിശോധന കൊണ്ട് തടയാൻ കഴിയും. ഇന്ത്യയിൽ ഈയിടെയായി 153A ചാർജ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. സെക്ഷൻ 295A അല്ലെങ്കിൽ മതനിന്ദ നിയമം. സെക്ഷൻ 153A ഹേറ്റ് സ്പീച്ചിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒന്നാണ് ഇന്ത്യയിലെ ബ്ലാസ്ഫമി ലോ ആയിട്ടുള്ള സെക്ഷൻ 295A. 295A ഏതെങ്കിലും മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാരെ അപമാനിക്കുകയോ അങ്ങനെ ഏത് തരത്തിലുള്ള കുറ്റമാണെങ്കിലും അത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു നിയമം തന്നെയാണ്. ഓം എന്ന വാക്കും ഉല്ലുക്ക പത്ത എന്നീ വാക്കും ഒരുമിച്ച് ഉപയോഗിച്ച് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് ഗോവയിലെ ഒരു മ്യൂസിക് ഷോ നടത്തിയ ബാൻഡിനെതിരെ 295 ചാർജ് ചെയ്തിട്ടുള്ളത് സുധീർ റിക്കാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്ന ഒരു പ്രധാനപ്പെട്ട കേസിലാണ്. ഗോവയിൽ വെക്കേഷൻ വന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഈ കേസ് കൊടുത്തത്. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരന്റെ മന്ത്രകവിത എന്ന പേരിലുള്ള പാട്ട് പാടുക മാത്രമാണ് കുറ്റാരോപിതർ ചെയ്തതെന്ന് കോടതി കണ്ടെത്തി. പോലീസ് തെറ്റായ കേസാണ് ചാർജ് ചെയ്തതെന്നും കോടതി കണ്ടെത്തി. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു പരസ്യത്തിന്റെ പേരിലും ആർട്ടിക്കിൾ 295 ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന പേരിൽ. അന്ന് കേസ് റദ്ദാക്കിയപ്പോൾ കോടതി പറഞ്ഞ കാരണം പല കേസുകളിലും നമ്മൾ കണ്ടതാണ്, ഇന്റൻഷൻ. മനഃപൂർവ്വം അല്ലാത്ത പ്രവൃത്തികൾ കോടതി ഈ കേസിലും എടുക്കുന്നില്ല. ധോണി കുറ്റവിമുക്തനാക്കപ്പെട്ടു. ബാംഗ്ലൂരിൽ ഒരു മസ്ജിദിന് സമീപം ജയ് ശ്രീറാം വിളിച്ചു എന്ന കേസിലും കോടതി കുറ്റാരോപിതരെ വെറുതെ വിടുകയാണ് ചെയ്തത്. ജയ് ശ്രീറാം വിളിച്ചാൽ ഉടനെ എങ്ങനെയാണ് മതസൗഹാർദ്ദം തകരുകയും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നതെന്നും കോടതി ചോദിച്ചു. വിഭൂർ ശർമ്മയ്ക്കെതിരെയുള്ള കേസ്, കൊമേഡിയൻ മുന്നാർ ഫറൂഖിക്കെതിരെ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുള്ള കേസ്, ഓൾഡ് ന്യൂസ് ഫൗണ്ടർ മുഹമ്മദ് സുബൈറിനെതിരെയുള്ള കേസ്, ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ ചില കേസുകളാണ്.